ജഡ്ജിന്റെ ആകം ഉരുകിപ്പോയി. 12 വയസ്സുള്ള കുഞ്ഞിനെ എങ്ങനെ കൊല്ലും? ഇവനെ കരിച്ചില്ലെങ്കിൽ രാജ്ഞി എന്നെ കരിക്കും. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ ഈ കുഞ്ഞ് മരിച്ചേ മതിയാകും. ഇവനാണ് ബൈബിൾ വായിച്ചത്, ഞാനല്ല. അതുകൊണ്ട് ഇവനെ തന്നെ കരിക്കുകയല്ലാതെ മാർഗമില്ല. ജഡ്ജ് വിധി എഴുതുമ്പോൾ ഒരു റോങ് സ്റ്റെപ്പ് എഴുതി വെച്ചു. ഇവനെയും കരിച്ചു കൊല്ലാൻ വിധിച്ചിരിക്കുന്നു. ഇവന്റെ വട്ടത്തിൽ വിറകടുക്കിയ ശേഷം അരയ്ക്ക് താഴെ വിറകടുക്കാവും. അവന്റെ കൈകൾ സ്വതന്ത്രമായി വിടണം. അവന്റെ മാതാവിനും പിതാവിനും മരണത്തിന് മുന്നമേ അവന്റെ അടുക്കൽ വന്ന് അവനെ ചുംബിക്കുവാനും അന്നേരത്തെങ്കിലും പിന്മാറുമോ എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കുവാനും ശ്രമിപ്പിക്കുവാനും അവസരം കൊടുക്കണം. അവൻ വായിച്ചു വന്ന ബൈബിൾ അവന്റെ മുൻപിൽ ഇരിക്കണം. ജനത്തിന്റെ മുമ്പിൽ വെച്ച് ആ തീയിലേക്ക് ഇവൻ ഈ ബൈബിൾ വലിച്ചെറിയണം. എങ്കിൽ ഇവനെ വിട്ടേക്കാം. അവൻ എടുക്കാവുന്ന അകലത്തിൽ അവന്റെ മുൻപിൽ ബൈബിൾ വെച്ചു. അവന്റെ അരവരെ വിറകടുക്കി എണ്ണ ഒഴിച്ചു. അവന്റെ അപ്പനും അമ്മയും അരികെ ചെന്ന് ചുംബിക്കുവാൻ അനുവാദം കൊടുത്തു. അപ്പനും അമ്മയും ചെന്ന്, മോനെ, നീ ഇത് വിട്ട് മാറണം, നീ ഞങ്ങളുടെ മകനാ, നീ മടങ്ങി വരണമെന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ, ചേട്ടാനിയന്മാർ എല്ലാം വട്ടം നിന്നു. ആയിരക്കണക്കിന് ആളുകൾ കൂടി നിൽക്കുന്നതിന്റെ നടുവിൽ മാതാവും പിതാവും ഒരുമിച്ച് ചെന്ന് ചുംബിക്കുമ്പോൾ ഏറ്റവും ഉറച്ച സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു, ദൈവം എന്നെ ശക്തീകരിച്ചതിനാൽ ഞാൻ കരിയട്ടെ. ഞാൻ കരിയുന്നതിൽ എനിക്ക് സങ്കടമില്ല. ഞാൻ വായിച്ച ബൈബിൾ എൻ്റെ മുമ്പിലുണ്ട്. അത് കരിയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷേ ഇതിൻ്റെ കോപ്പികൾ പ്രസിദ്ധീകരിക്കപ്പെടും. ഇത് ജനം വായിക്കും. ഇന്നെൻ്റെ ചിതയിൽ കത്തുന്ന തീ, പരിജ്ഞാനമൊക്കെ കൊച്ചു പിള്ളേർക്ക് എവിടുന്ന തമ്പുരാൻ കൊടുത്ത, അല്ലെങ്കിൽ ഇന്ന് ഈ കത്തുന്ന തീയുടെ പ്രകാശം പോലെ ആത്മാവിൻ്റെ പ്രകാശം വ്യാപരിക്കുകയും ഈ തിരുവചനത്തിൻ്റെ കോപ്പികൾ ജനം വായിക്കുകയും ചെയ്യും. തീയുടെ അപ്പനെയും അമ്മയെയും ബലാത്കാരേണ പടയാളികൾ പിടിച്ചു മാറ്റി അവൻ്റെ ചിതയ്ക്ക് തീയിട്ടു. തീ കത്തി അടുക്കുമ്പോൾ ഈ ചെറുക്കൻ ഒരു കാര്യം ചെയ്തു. അവന് കൈയെത്തി എടുക്കാവുന്ന ദൂരത്തിലിരുന്ന ബൈബിൾ അവൻ കൈകൊണ്ടിഞ്ഞ് പൊക്കിയെടുത്ത് മൂത്ത സഹോദരനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, അച്ചാച്ചാ, ബൈ ബൈ, ഞാൻ നിത്യതയുടെ തുറമുഖത്തേക്ക് പോകുകയാ, നിങ്ങളും വരണം. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വരരുത്. ഒരു ജനസമൂഹത്തെ കൂടെ കൊണ്ടുവരണം. ഒരു ജനസമൂഹത്തെ കൊണ്ടുവരുവാനുള്ള ആകെ ഉപകരണം ഈ ബൈബിളാണ്, നീ എടുത്തോ. ഒരൊറ്റ ഏറായിരുന്നു ചേട്ടന് നേരെ. ജനസമൂഹത്തിന്റെ നടുവിൽ ബൈബിൾ വന്ന് വീണു. പട്ടാളപ്രമാണികളിൽ ഒരുത്തനത് പൊക്കിയെടുത്തേച്ച് പറഞ്ഞു, ഇതെന്റെ പട്ടാളം വായിക്കും. രക്തമേരിക്ക് ചെയ്യാവുന്നത് ചെയ്യട്ടെ. രാജ്യം മുഴുവനും ബഹളം ആരംഭിച്ചു. രക്തമേരിയെ എടുത്തു കളയുവാൻ ജനം ആവശ്യപ്പെട്ടു. ലണ്ടൻ പട്ടണത്തിൽ ആകെ വിപ്ലവമായി. 7ാമത്തെ ദിവസം രക്തമേരി സ്ഥാനഭ്രഷ്ടയായി. അവളെ ജനം തട്ടിക്കളഞ്ഞു. പകരം ഒരു രാജാവ് രംഗപ്രവേശനം ചെയ്തു. രക്തമേരിക്ക് പകരം വന്ന രാജാവ് പറഞ്ഞു, ബൈബിൾ വായിക്കുവാൻ ഞാൻ അനുവദിച്ചിരിക്കുന്നു. ബൈബിൾ ആർക്കും വായിക്കാം. ലണ്ടനിൽ ഇവിടെയും ബൈബിൾ വായിക്കാം. ആർക്കും ബൈബിൾ കൈയെഴുത്തു കോപ്പിയായി എഴുതാം. പക്ഷേ അതിന് എഴുതപ്പെട്ട നിയമം തരത്തില്ല. ആർക്കും വായിക്കാം. എഴുതപ്പെട്ട നിയമം ഇല്ലെങ്കിൽ പഴയ എഴുതപ്പെട്ട നിയമം രക്തമേരി കൊടുത്തത് കിടപ്പുണ്ട്, വായിക്കരുതെന്ന്. അപ്പൊ കുറച്ച് ദിവസത്തേക്ക് വായിച്ചു കഴിയുമ്പോൾ പിന്നെയും പഴയ നിയമം രംഗത്ത് വരും. അതിനാ രാജാവ് ഇപ്പണി കാണിച്ചത്. പക്ഷെ രാജാവും 15 ദിവസത്തിനകം സ്ഥാനഭ്രഷ്ടനായി. എഴുതപ്പെട്ട നിയമം കിട്ടാതെ സമ്മതിക്കുകയില്ല എന്ന് ജനം വാദിച്ചു തുടങ്ങി. അങ്ങനെ 15ാമത്തെ നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടെ ബൈബിൾ വായിച്ചു കൊള്ളുവാൻ നിയമപരമായി ലണ്ടനിൽ വിധി ഉയർന്നു. പാതിരക്കോഴി കൂകിയത് ഒത്തു. പാതിരക്കോഴി കൂകി ലോകമുണർന്നു. പക്ഷെ പാതിരക്കോഴി കൂകി നിർത്തിയാൽ പിന്നെ 3 മണി വരെ അനക്കമില്ല. അക്കാര്യം മറക്കല്ലേ. There is a long gap. ഇതോടുകൂടെ മതപീഠ ഗൗരവമായി വർദ്ധിച്ചു. മൊറോവിയൻ മതക്കാർ ശക്തിപ്പെട്ടു വന്നു. കത്തോലിക്ക സഭ തകർന്നുകൊണ്ടിരുന്നു. ഒരുപാട് പേർ മാനസാന്തരപ്പെട്ടു. അന്നാണ് നവീകരണ കർത്താവ് എന്ന് പൊതുവെ അറിയപ്പെടുന്ന ആരായിരുന്നു? മാർട്ടിൻ ലൂതർ രംഗപ്രവേശനം ചെയ്യുന്നത്. മാർട്ടിൻ ലൂതർ തൻ്റെ 95 ചോദ്യങ്ങൾ കത്തോലിക്ക പുരോഹിതന്മാരുടെ മുമ്പിൽ പോപ്പിന്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടതിനായി റോമിലെ പ്രധാനപ്പെട്ട പള്ളിയുടെ കിഴക്ക് വശത്തുള്ള ജനലിൽ കൊണ്ട് തറച്ചു വെച്ചു. ഒന്ന് തൊടാം. ഞാൻ ഇന്ന ചരിത്രം ഫുള്ളി പ്രിപ്പയർഡ് അല്ല. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ ചരിത്രമാണ്. ഞാനത് വിടുക. മറ്റ് ഹൃദയം തൊടുന്ന പല ഭാഗങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അന്നത്തെ നിയമം അനുസരിച്ച് കത്തോലിക്ക സഭയുടെ പ്രമാണത്തോട് ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ
നിങ്ങൾ കണ്ണുമടച്ചങ്ങ് അംഗീകരിച്ചോണമെന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് തിരിച്ച് ചോദ്യം ചോദിക്കാം. ആ ചോദ്യം ചോദിക്കുന്നത് എങ്ങനെയെന്നാൽ, നിങ്ങൾക്ക് ചോദിക്കുവാനുള്ള ചോദ്യം വ്യക്തമായി എഴുതി എല്ലാവരും കാണുക. കത്തീഡ്രൽ പള്ളിയുടെ, പത്രോസിന്റെ സിംഹാസനം എന്നറിയപ്പെടുന്ന കത്തീഡ്രൽ പള്ളിയുടെ കിഴക്ക് വശത്ത് ഉള്ളതായ ഒരു ജനലിൽ കൊണ്ട് ഒട്ടിച്ചു വെക്കണം. ഇതാ ഒട്ടിച്ചു വെക്കാൻ ഒരു കൊച്ചു ചോദ്യം വന്നാലേ പറ്റുള്ളൂ. 95 ചോദ്യമാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അത് അദ്ദേഹം ഒരു ആണി കൊണ്ട് തറച്ചു വെച്ചു. ഈ ചോദ്യത്തിന്റെ മറുപടി പറയാൻ പറഞ്ഞു. വിശ്വാസത്താൽ നീതീകരണം, പാപമോചനം, പരിശുദ്ധാത്മ വ്യാപാരം മുതലായ പല കാര്യങ്ങളും അദ്ദേഹം എഴുതുകയും പാപമോചന ചീട്ട് വിൽക്കുന്നതിനെ മുതൽ കർമ്മങ്ങളുടെ ആചാരങ്ങളെ എതിർക്കുകയും കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മതപരിവർത്തന കാലത്ത് സഭയ്ക്കകത്ത് വന്നിരിക്കുന്ന പെരുന്നാളുകളും മറ്റും തെറ്റാണെന്ന് പറയുകയും എന്നിങ്ങനെ 95 കൂട്ടം കാര്യങ്ങൾ അദ്ദേഹം എഴുതി വയ്ക്കുകയും നവീകരണത്തിന്റെ വൻകഴുകൻ ലണ്ടനിന്റെ മുകളിലൂടെ പറക്കുകയും റോമിൽ ആരംഭിച്ച് ഇറ്റലിയിൽ ആരംഭിച്ച് ലണ്ടനിലൂടെ പരക്കുകയും ജനലക്ഷങ്ങൾ ഇതിനകത്താകുകയും ചെയ്തു. എതിരുകൾ ഉയർന്ന കാരണത്താൽ ഒരുപാട് പേർ ഓടി രക്ഷപ്പെടേണ്ടതായി വരികയും അന്നാണ് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച് ഈ വിശുദ്ധന്മാർ ഇവിടുത്തെ പീഡ സഹിക്കാൻ വയ്യാതെ പിൽഗ്രീം ഫാദേഴ്സ് എന്ന പേരിൽ അമേരിക്കയിലേക്ക് മാറുകയും ചെയ്തത്. ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്നവരുടെ ഡോളറിന്റെ പുറത്ത് എഴുതുവാൻ കാരണം അതാ. ദേ ആർ കോൾഡ് പിൽഗ്രീം ഫാദേഴ്സ്. അവരവിടെ പോയി. താങ്ക്സ് ഗിവിംഗ് വീക്കിനെ കുറിച്ച് നിങ്ങൾ ചിലരെങ്കിലും കേട്ട് കാണും അല്ലേ? താങ്ക്സ് ഗിവിംഗ് വീക്ക് എങ്ങനെ ആരംഭിച്ചെന്നറിയാമോ? ഫസ്റ്റ് വീക്ക് ഓഫ് നവംബർ അല്ലേ? ഫസ്റ്റ് വീക്ക് ഓഫ് നവംബർ. ഒരിക്കലേ കാനഡയിൽ, ആക്ച്വൽ കാനഡയിലെ ടൈം വേറെയാണ്, ഒക്ടോബറിലാണ്. അമേരിക്ക നവംബറിലാണ്. നവംബർ ഫസ്റ്റ് വീക്കാണ്. കാനഡയിൽ അപ്പോഴത്തേക്ക് തണുപ്പ് കൂടിപ്പോകും. അതുകൊണ്ടാണ് അവർ ഒരാഴ്ച ചെയ്ത് പ്രീപോൺ ചെയ്തത്. നവംബർ ഫസ്റ്റ് വീക്കിൽ ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, ആഹാരമില്ലാതെ ഇവരങ്ങ് വിഷമിച്ചു. ഒരു ഭൂഖണ്ഡത്തിലേക്ക് പതിനായിരക്കണക്കിന് ആളുകൾ വേറൊരു ഭൂഖണ്ഡത്തിൽ നിന്ന് ചെന്നിരിക്കല്ലേ, എന്നെ കഴിക്കാൻ? അവിടുത്തെ ആദിവാസികളോട് എതിർത്ത് അവരൊത്തിരി നാൾ നിന്നു. അവർക്ക് ജീവിക്കാൻ മാർഗമില്ല, ആഹാരമില്ലെന്നായി. അന്ന് ഇനി എല്ലാവരും കൂടെ ഒരുമിച്ച് ഒറ്റ ഉപവാസത്തിൽ പട്ടിണി കിടന്ന് ചാകുകയല്ലാതെ മാർഗമില്ല എന്ന് കണ്ട് അവരൊരു വനത്തോട് ചേർന്ന ഒരു പ്രദേശത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിരുന്നു. ആയിരങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായിട്ടിരുന്നു. അപ്പോഴാണ് വനത്തിൻ്റെ അകത്തുനിന്ന് ഏതാണ്ട് ഒരു ജീവി ശബ്ദം ഉണ്ടാക്കുന്ന പോലെ. ശ്രദ്ധിച്ചപ്പോൾ ടർക്കികളുടെ ശബ്ദമാണ്. ടർക്കി എന്നതാ? കൽഗത്തിൻ്റെ ശബ്ദമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു പുള്ളിയുണ്ട്, ഒരു വെള്ള, ഇതിൻ്റെ ശബ്ദം. അവിടെ കൽഗങ്ങളുണ്ടോ എന്ന് നോക്കാൻ ഇവർ ചേറിയപ്പോൾ 10,000 കൽഗങ്ങൾ അതിനകത്തുണ്ട്. 10,000 ടർക്കികൾ. ഈ പുള്ളികൾക്ക് അങ്ങനെ എളുപ്പം ഓടി രക്ഷപ്പെടാവുന്നതല്ല, നല്ല തടിയന്മാരായതുകൊണ്ട്. ഇതിനെ പിടിച്ചാൽ കുറേ നാളത്തേക്ക് തിന്നാനുള്ളതുണ്ട്. അവർ തപ്പിയപ്പോൾ അവിടെ തന്നെ പടലി ചീനി, മധുരക്കിഴങ്ങെന്ന് നമ്മൾ വിളിക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങുള്ള ചീനി അങ്ങ് നിൽക്കുക ഏക്കറുകൾ കണക്കിന്. ഒരു നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടെന്ന് പറഞ്ഞ് ആ നവംബർ മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ ആ മധുരക്കിഴങ്ങുകൾ പറിച്ച് പുഴുങ്ങിയതും ഈ ടർക്കിയെ കുക്ക് ചെയ്തതും കൂടെ അവർ തിന്നു തുടങ്ങി. മാസങ്ങളോളം തിന്നാനുണ്ടായിരുന്നു. ഇന്നും താങ്ക്സ് ഗിവിംഗ് വീക്കിൻ്റെ ഓർമ്മയായി, ദൈവം ആഹാരം തന്നതിൻ്റെ ഓർമ്മയായി അവരാചരിക്കുന്നത് മധുരക്കിഴങ്ങും ടർക്കിയും കൂടെയാണ്. അന്ന് ചുട്ടായിരിക്കും എടുത്ത് ഇന്ന് ബേക്ക് ചെയ്തെടുക്കും. ദാറ്റ്സ് ഇറ്റ്. അവിടുന്ന് താങ്ക്സ് ഗിവിംഗ് വീക്ക് തുടങ്ങുന്നത്. അമേരിക്കൻ ജനതയെ ദൈവം വർദ്ധിപ്പിച്ചു. പക്ഷേ വിശ്വസിക്കുന്നവരും സഭയ്ക്കെതിരെ നിൽക്കുന്നവരും അമേരിക്കയിലേക്ക് മാറിക്കഴിഞ്ഞതോടെ ഇതാ കിടക്കുന്ന ബൈബിൾ അവരങ്ങ് കൊണ്ടുപോയി. ലണ്ടനിലും ലോകത്തിന്റെ പൊതുഭാഗങ്ങളിലും ബൈബിൾ വീണ്ടും നഷ്ടമായി. സാധനം കിട്ടാതില്ലാതായി. പാതിരാക്കോഴി ഒന്ന് കൂകി, അതിൻ്റെ കൂക്ക് കഴിഞ്ഞതോടെ കോഴി കൂകുന്ന യാമം വീണ്ടും നിന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഗ്യാപ്പിലേക്ക് മാറി. പിന്നീട് 18-ാം നൂറ്റാണ്ടിലാണ് ഏറെക്കുറെ ശക്തമായി ഈ ബൈബിൾ മടങ്ങി വരുന്നത്. ഇതിനോടകം ആഫ്രിക്കയിൽ ഇതേ കാലഘട്ടങ്ങളിൽ തന്നെ ആഫ്രിക്കയിൽ ജെറോമി എന്ന പേരിൽ ജെറോനിമ എന്ന പേരിൽ ഒരു മുസ്ലിം ബാലകൻ മാനസാന്തരപ്പെട്ടു. അവൻ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചു. അവനെ പിടിച്ച് ജയിലിലടച്ചു. അവൻ ജയിലിൽ കിടക്കുന്ന കാലം അൾജീരിയയിൽ അടിമകളെ വിലയ്ക്ക് വാങ്ങുന്ന ഒരു സമ്പ്രദായം ഉണ്ടായി. ഇവൻ്റെ ജയിൽ അധികാരി ഓർത്ത് ചെറുക്കൻ ഇവിടെ കിടക്കുന്നതിന് വലിയ റെക്കോർഡ് ഒന്നുമില്ല, ഇവനെ ചോദിക്കാനും പറയാനും ആരുമില്ല, ഇവനെ പിടിച്ച് വിറ്റാൽ കാശാകും. അങ്ങനെ ഇവനെ പിടിച്ച് അൾജീരിയക്കാർക്ക് വിറ്റു. അവരിവനെ അടിമയായി വിലയ്ക്ക് വാങ്ങി. ഇവൻ അന്ന് മുതൽ അടിമവേല ചെയ്യുക. അൾജീരിയയുടെ ബൗണ്ടറിയിൽ ഒരു വൻ മതിൽ കെട്ടുവാൻ ഒരു കോൺട്രാക്ട് എടുത്തിരുന്നു. അതും മുസ്ലിം.
മതിലിന് 30 അടി വീതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോൾ സ്റ്റേജ് നിൽക്കുന്നതിൻ്റെ ഏറെക്കുറെ അടുത്ത വണ്ണമുണ്ട് ആ ഭിത്തിക്ക്. കാര്യം രാജ്യത്തിൻ്റെ അതിർത്തി കെട്ടുക അത്രയും വണ്ണമുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി വലിയ ഇഷ്ടികകൾ ഉണ്ടാക്കി, വലിയ ഇഷ്ടികൾ, നമ്മുടെ ഈ 3 ഇഞ്ച് 8 ഇഞ്ചൊന്നും അല്ല, വലിയ ഇഷ്ടികൾ ഉണ്ടാക്കി, 10 അടി 15 അടിയൊക്കെ വലിപ്പമുള്ള വൻകിട ഇഷ്ടികകൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഈ വൻമതിൽ കെട്ടി ഉണ്ടാക്കുന്നത്. അന്ന് സിമെന്റ് ഇല്ലാത്തത് കൊണ്ട് കുമ്മായവും മണ്ണും കൂടെ കൂട്ടി കുഴച്ച ഒരു മിശ്രിതത്തിൽ നിന്നാണ് ഇഷ്ടിക ഉണ്ടാക്കുന്നത്. ഈ ചെറുക്കൻ കല്ല് ചുമ്മുമ്പോഴും മണ്ണ് ചുമ്മുമ്പോഴും ചള്ള കുഴയ്ക്കുമ്പോഴും എല്ലാം ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയും. ഇത് ഇവൻ്റെ മാസ്റ്റർക്ക് ഇഷ്ടമല്ലാതെ വന്നു. അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഈ ചെറുക്കനോട് പറഞ്ഞു, നീ മര്യാദയ്ക്ക് മിണ്ടാതെ നടന്നില്ലെങ്കിൽ നിന്നെ കൂടെ പിടിച്ച് ഇഷ്ടിക പാത്രത്തിനകത്തിട്ട് ഇഷ്ടികയാക്കും. പറഞ്ഞു, അതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ജീവനോടുണ്ടെങ്കിൽ യേശുവിനെ കുറിച്ച് പറയാതിരിക്കുകയില്ല. എൻ്റെ ദൈവം, നമ്മുടെയൊക്കെ വിശ്വാസത്തിൻ്റെ ആഴവും കമ്മിറ്റ്മെൻറ്റും ഇതും കൂടി ഒന്ന് താരതമ്യം ചെയ്യുന്നത് കൊള്ളാം. ചുരുക്കി പറഞ്ഞാൽ, ചെറുക്കനെ പിടിച്ച് ജീവനോടെ ഇഷ്ടിക പാത്രത്തിലാക്കി, കുമ്മായി തൊട്ടിയിലാക്കി, ഒരു ഇഷ്ടികയുടെ ഭാഗമായി അവനും മാറി. 300 വർഷങ്ങൾക്ക് ശേഷം അൾജീരിയയിൽ ഉണർവുണ്ടായ കാലം, അവൻ്റെ ദ്രവിച്ച അസ്ഥിയുടെ കഷണങ്ങൾ മതിൽ പൊളിച്ച് അതിൽ നിന്ന് പുറത്തെടുക്കുകയും അവിടെയുള്ള സെൻറ്റ് പോൾസ് പള്ളിയുടെ സെമിത്തേരിയിൽ ആ അസ്ഥികൾ കൊണ്ട് അടക്കുകയും അവൻ്റെ ഒരു പൂർണ്ണകായ പ്രതിമ അൾജീരിയയുടെ കാഴ്ച ബംഗ്ലാവിൽ ഇന്നും ഇരിക്കുമാറ് സ്ഥാപിക്കുകയും ചെയ്തു. ആഫ്രിക്ക ഒരു വശത്തൂടെ. ബിഷപ്പ് റോളൻ ഷാറ്റർ വീണ്ടും 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ, അതുവരെ എല്ലാം ശാന്തമായി, ഒരു നൂറ്റാണ്ട് വരെ ബ്രിട്ടനിൽ വീണ്ടും ദൈവവചനം ഇല്ലാതെയായി. ബ്രിട്ടനിൽ അദ്ദേഹം എഴുന്നേറ്റു. അദ്ദേഹം പ്രസംഗിച്ചു തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പ്രസംഗം, യേശു പാപികളെ രക്ഷിക്കുന്നു, യേശു മാനസാന്തരം നൽകുന്നു, വിശ്വാസത്താൽ രക്ഷ, വിശ്വാസത്താൽ നീതീകരണം. മാർട്ടിൻ ലൂതർ എവിടെ കൊണ്ട് നിർത്തി അത് വീണ്ടും ആരംഭിച്ചു. കഴിഞ്ഞ നവീകരണ കർത്താക്കൾ എവിടെ കൊണ്ട് നിർത്തി വീണ്ടും അദ്ദേഹം അവിടുന്ന് ആരംഭിച്ചു. അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു പൊതുസ്ഥലത്ത് വെച്ച് കൊല്ലുവാൻ ആവശ്യപ്പെടുകയും 16-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടുകൂടെ 16-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടെ അദ്ദേഹം പിടിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തെ ദഹിപ്പിക്കുവാനായി കൊണ്ടുപോകുമ്പോൾ ഇരുവശത്തും നിന്ന ആളുകളോട് അദ്ദേഹവും വിളിച്ചു പറഞ്ഞു, യേശു മുൾക്കിരീടം ധരിച്ചതിന് പകരം എൻ്റെ തലയിൽ കറുത്ത തൊപ്പിയുണ്ട്, ഇത് നിങ്ങൾക്കും വന്നാൽ പേടിക്കണ്ട, നമുക്ക് നിത്യതയിൽ കാണണം. യേശു അല്ലാതെ രക്ഷകൻ മറ്റാരുമില്ല, കർമാചാരത്താൽ വിടുതൽ ലഭിക്കയില്ല, നാം ലോകക്കാരല്ല, ജഡീകരല്ല എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഈ പ്രസംഗിച്ചു പോകുമ്പോൾ തന്നെ കൊണ്ടുപോകുന്ന പടയാളികളിൽ ഒരുവന് കോപം ചൊല്ലിക്കുകയും മിണ്ടാതിരിക്കടാ എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം കേൾക്കാതെ വന്നതുകൊണ്ട് തൻ്റെ വായിലോട്ടൊരു കമ്പ് കുത്തിക്കയറ്റി. പിന്നെ അദ്ദേഹം സംസാരിച്ചത് വ്യക്തമായിരുന്നില്ല. താൻ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. തൻ്റെ മരണസ്ഥലത്ത് തന്നെ കൊണ്ടെത്തിച്ച ശേഷം തൻ്റെയും വട്ടത്തിൽ വിറകെടുക്കുമ്പോൾ തൻ്റെ വായിൽ നിന്ന് കമ്പ് വലിച്ചൂരുമ്പോൾ അദ്ദേഹം ഉറക്കെ വിളിച്ചു, ദൈവമേ, ഇംഗ്ലണ്ടിലെ രാജാവിനോട് ക്ഷമിക്കണമേ. അതിൽ കുപിതനായി തീർന്ന പടയാളി ഒരു ഗദ കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയ്ക്കൊരടിയടിച്ചു. ആ അടിയോടെ അദ്ദേഹം മരിക്കുകയും മരിച്ച ശവം മാത്രം ചുടുകയും ചെയ്തു. അദ്ദേഹവും ചുടപ്പെട്ടല്ല മരിച്ചത്, അടികൊണ്ട് മരിക്കുകയായിരുന്നു. 17-ാം നൂറ്റാണ്ട് ആരംഭിച്ചതോടുകൂടെ സംഗതികൾ ആകെ മാറി. ജോർജ് ഫോക്സ് ഇതുവരെ പറഞ്ഞു വന്ന ചരിത്രത്തിൽ പ്രഭാത നക്ഷത്രം, നവീകരണത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്ന് വിളിച്ചത് ജോൺ വൈക്ലിഫിനെയാണ്. രണ്ടാമത് ഏറ്റവും ശക്തനായി വെളിയിൽ വന്നത് മാർട്ടിൻ ലൂതറാണ്. ജോൺ വൈക്ലിഫ് വേദപുസ്തകം എഴുതുവാനും വായിക്കുവാനും ആളുകളെ സഹായിച്ചു. മാർട്ടിൻ ലൂതർ വിശ്വാസത്താൽ നീതീകരണം എന്ന ആശയം കൊണ്ടുവന്നു. മൂന്നാമത്തെ വ്യക്തിത്വമാണ് ജോർജ് ഫോക്സ് ജനിച്ചത് ഒരാട്ടിടയൻ്റെ മകനായി ഒരു ഇടയ കുടുംബത്തിലാണ്. ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വന്ന ജോർജ് ഫോക്സ് കൂലിവേലകൾ ചെയ്ത് കുറച്ച് പണമുണ്ടാക്കി. തൻ്റെ 12-ാമത്തെ വയസ്സിൽ ഒരു ഇടയൻ്റെ കൂടെ ഇടയ ജോലി ചെയ്യേണ്ടതിന് താൻ പോയി. ആ മനുഷ്യന് അല്പം ആരോഗ്യമുണ്ടായിരുന്നത് കൊണ്ട് തോൽ ഊറക്കിടാനും, ആടിനെ കൊല്ലുന്നതിൻ്റെ തോല് ഊറക്കിടാനും ആ തോലിൻ്റെ പണി ചെയ്യാനും അദ്ദേഹം തയ്യാറായി. അങ്ങനെ തോലിൻ്റെ പണി രാത്രിയിലും ആടിനെ തീറ്റ് പകലുമായി ചെയ്ത് അദ്ദേഹം അല്പം കാശുണ്ടാക്കി. താൻ മാനസാന്തരപ്പെട്ടവനൊന്നുമല്ല, ആട്ടിടെ ചെറുക്കനാന്നേ ഉള്ളൂ, ദരിദ്രനാണെന്നേ പറഞ്ഞുള്ളൂ, മാനസാന്തരപ്പെട്ടാന്ന് പറഞ്ഞില്ല. താൻ കൂട്ടുപിടിച്ച് കുറേ കൂട്ടുകാരുണ്ടായി.
ഈ കൂട്ടുകാരുമായി തന്നെ നടക്കുമ്പോൾ ഒരു ദിവസം ബിയർ കുടിക്കാമെന്ന് എല്ലാവരും കൂടെ പറഞ്ഞ് എല്ലാവരും കൂടെ ബിയർ കുടിക്കാൻ പോയി. അപ്പോൾ ഈ ചെറുക്കൻ്റെ കുറച്ച് കാശുണ്ട്. ഇവൻ പകൽ ഇടയാനായിട്ടും രാത്രിയിൽ തോൽ പണി ചെയ്യാനായിട്ടും 2 പണി ചെയ്യുന്നതുകൊണ്ട് ഇവൻ്റെ കുറച്ച് കാശുണ്ട്. മറ്റവന്മാരുടെ അത്രയും കാശില്ല. ഇവന്മാരെല്ലാം കൂടി ഇരുന്ന് ബിയർ കുടിച്ചു. ബിയർ കുടിച്ചൊരു കുറച്ച് കഴിഞ്ഞതോടെ ലെക്ക് കെടുമെന്നായതോടെ ജോർജ് ഫോക്സ് ബിയർ കൂടി നിർത്തി. അവൻ എടുക്കാവുന്ന ലോഡ് ഇവിടെ കൊണ്ട് മതി. വെൽ ഡിസിപ്ലിൻഡ് ആയിരുന്നു തോന്നുന്നു. അല്ലെ പിന്നെ രാത്രി പോലും കൂടെ ജോലി എടുക്കും അല്ലേ. ഇവന് ബിയർ കൂടി നിർത്തി. കൂട്ടുകാർ കണ്ടമാനം കുടിച്ചു. ഒരുപാട് ബിയറായി കഴിഞ്ഞു. അവരെല്ലാം കൂടി ഇവനെ കയറി പിടിച്ചേച്ച് പറഞ്ഞു, എല്ലാവരും കൂടെ കുടിച്ച് എൻ്റെ മൊത്തം കാശ് നീ കൊടുക്കാൻ പറഞ്ഞു. അവന്മാരുടെ കാശില്ല, കുടിയന്മാർക്ക് ഇങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും കൂടെ കൂടി ഇവനെ പിടിച്ച് നീ കാശ് കൊടുക്കാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ രാത്രിയും പകലും കൂടെ 3 കൊല്ലം ജോലി ചെയ്ത് ഉണ്ടാക്കിയ മുഴുവൻ തുകയും കൂടെ ഒറ്റ മിനിറ്റ് കൊണ്ട് ബിയർ കടയിൽ കൊടുക്കേണ്ടതായിട്ട് വന്നു. ഇവനങ്ങ് നിരാശയോ സങ്കടമോ ഒക്കെ ആയിട്ട് കിടക്കാനുള്ള സ്ഥലത്ത് ചെന്ന് കിടക്കുമ്പോൾ ഒരാശരീരി ശബ്ദം കേട്ടു. ചതിക്കാത്ത ഒരു സ്നേഹിതനുണ്ട്, അതാണ് യേശു. ഈ സ്നേഹിതന്മാരെല്ലാം ചതിക്കുന്നതാണ്. ഓരോരുത്തരെ തമ്പുരാൻ അപ്രോച്ച് ചെയ്യുന്ന മെത്തേഡ്സ്. ചതിക്കാത്ത ഒരു സ്നേഹിതനുണ്ട്, അത് യേശുവാ. ഒരാശരീരി കേട്ടു. ചതിക്കുന്ന സ്നേഹിതന്മാരുടെ കയ്യിൽ നിന്ന് ചതിക്കാത്ത സ്നേഹിതന്റെ അടുക്കിലേക്ക് മാറുവാൻ ജോർജ് ഫോക്സ് തീരുമാനിച്ചു. താന് ചില സംശയങ്ങൾ ചോദിക്കുവാൻ ഒരു പുരോഹിതനോട് സംശയങ്ങൾ ചോദിക്കാൻ അവസരം ചോദിച്ചു. ആ പുരോഹിതനൊരു അപ്പോയിൻമെന്റ് കൊടുത്തു. അദ്ദേഹം ആ ഒരു ദിവസത്തേക്ക് ജോലി വേണ്ടെന്ന് കണ്ട് കുളിച്ച് വസ്ത്രം മാറി. പുരോഹിതന്റെ ഒരു കണ്ടീഷനായിരുന്നു നാറുന്ന തുണിയുമായിട്ട് ഇങ്ങോട്ട് വരല്ലെന്ന്. കുളിച്ച് വസ്ത്രം മാറി പുരോഹിതനോട് സംശയം ചോദിക്കാൻ എടുത്തു. ചെറുക്കനെ വീട്ടിനകത്ത് പുരോഹിതൻ കയറ്റാതെ അദ്ദേഹത്തിന്റെ ഗാർഡന്റെ ഒരു സൈഡിൽ നിന്ന് അവനോട് വർത്താനം പറഞ്ഞു. ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലാതെ വന്നതോടുകൂടെ പുരോഹിതൻ എഴുന്നേറ്റ് ഗാർഡന്റെ അകത്തൂടെ നടന്നു. ഈ ചെറുക്കൻ പുരോഹിതന്റെ പുറകെ നടന്ന് മറുപടിക്ക് വേണ്ടി പോകുന്ന കൂട്ടത്തിൽ ഒരു കാല് അദ്ദേഹത്തിന്റെ ഒരു ചെടിയിൽ കൊണ്ടു, ചെടി അങ്ങൊടിഞ്ഞു പോയി. പുരോഹിതൻ തിരിച്ചവനെ അടിച്ചു. മറുപടി ഇല്ലാത്ത പ്രശ്നം. അദ്ദേഹം ചൂടായത് അതുകൊണ്ടാണ്. നീ എൻ്റെ ചെടി ചവിട്ടി ഓടിച്ചോടാ, ഓർഡറാ ഇവിടെന്നും പറഞ്ഞ് അദ്ദേഹത്തെ ഒരു ഓടിയിൽ ഓടിച്ചു. താൻ തിരിച്ചുപോയി ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരശരീരി കോപിക്കാതെ മറുപടി പറയുന്നൊരു ദൈവമുണ്ട്. 2 അശരീരികൾ. ജോർജ് ഫോക്സ് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാനിരുന്നു. ജോർജ് ഫോക്സിനെ ഒരു ദിവസം കാണാതെ 14-ാമത്തെ വയസ്സിൽ ഒരിക്കൽ ജോർജ് ഫോക്സിനെ കാണാതെ പോയി. ജോർജ് ഫോക്സിനെ കാണുന്നില്ല. അച്ഛൻ കൊന്നതാണോ എന്നറിയത്തില്ല, ആര് കൊന്നതാണെന്ന് അറിയത്തില്ല. നാട് മുഴുവനും ജോർജ് ഫോക്സിനെ തപ്പുകയാണ്. അദ്ദേഹത്തെ ജോലിക്കെടുത്തിരുന്ന ആളുകളാണ് ആൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞത്. 14-15 ദിവസം ജോർജ് ഫോക്സിനെ കാണാനില്ലായിരുന്നു. അന്വേഷണം നാട് നീളയായി. 18-ാമത്തെ ദിവസം ഒരിക്കൽ ഒരു മനുഷ്യൻ പോകുമ്പോൾ ഒരു കച്ചിത്തുറു ഇട്ടിരിക്കുന്ന മരം ഉൾപ്പെടെ നിന്ന് നാടുന്നു. കച്ചിത്തുറു എന്നൊക്കെ പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. മനസ്സിലാകുന്നവർക്ക് ഒരു കച്ചിത്തുറു ഇട്ടിരിക്കുന്ന മരം നിന്ന് ആടുന്നത് കണ്ടു. ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നു. ഇതെന്നെ കച്ചിത്തുറു നിൽക്കുന്ന മരം, വലിപ്പമുള്ള മരം, ഇതെന്താ ആടുന്നതെന്ന് കാണാൻ വേണ്ടി അയളി എന്നപ്പോൾ ഇതിൻ്റെ കീഴെ നിന്നൊരു ശബ്ദം കേൾക്കാം. തുറുവിൻ്റെ കീഴെ കയറിയപ്പോൾ ജോർജ് ഫോക്സ് ഇരുന്ന് അന്യഭാഷ പറയുക. ഇവൻ ഇതിൻ്റെ കീഴെ പാത്തിരുന്നുകൊണ്ട് 18 ദിവസം പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അദ്ദേഹം ഈ മരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്ന അന്യഭാഷ പറയുക. തൻ്റെ ശരീരം വിറയ്ക്കുന്നതിനൊത്തവണ്ണം മരം കുലുങ്ങുക. ജോർജ് ഫോക്സിനെ ഇതിനകത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്നു. ജോർജ് ഫോക്സിനെ വെളിയിൽ കൊണ്ടുവരുമ്പോൾ തൻ്റെ ശരീരം പ്രകാശമുള്ളതായിരുന്നു. പണ്ട് നാറുന്ന ശരീരത്തിൽ, വസ്ത്രമില്ലാത്ത ശരീരത്തിൽ, മുഷിഞ്ഞ വസ്ത്രമുള്ള ശരീരത്തിൽ ഒരു തേജസ് വ്യാപരിച്ചു. താൻ ആത്മവിവശതയിൽ പോയി 14 രാപകലുകൾ ബോധമില്ലാതെ ആത്മവിവശതയിൽ കിടന്നു. ഈ 14 രാപകലുകൾ അദ്ദേഹത്തിൻ്റെ ശരീരം പ്രകാശിക്കുന്നുണ്ടായിരുന്നു. ഞാനവിടെ വരാം, ഇച്ചിരൂടെ കഴിഞ്ഞ് വരാം. ജോർജ് ഫോക്സിന്റെ ശുശ്രൂഷയിലാണ് അന്യഭാഷ, വ്യാഖ്യാനം, പ്രവചനം മുതലായത് ആരംഭിക്കുന്നത്. ജോർജ് ഫോക്സിന്റെ ശുശ്രൂഷയിലാണ് എന്നായിരുന്നത്. ഇറ്റ് ഇസ് ഇൻ ദ 17th century. 14 വയസ്സേ ഉള്ളൂ. 14 വയസ്സുള്ള അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലൂടെയാണ് അന്യഭാഷ, വ്യാഖ്യാനം മുതലായത് വെളിയിൽ വരുന്നത്. ആത്മവിവശത വരെ. റെയർ എക്സ്പീരിയൻസസ് ഓഫ് ഫേമസ് ക്രിസ്ത്യൻസ് എന്ന പേരിൽ ഒരു പുസ്തകമുണ്ട്. റെയർ എക്സ്പീരിയൻസസ് ഓഫ് ഫേമസ് ക്രിസ്ത്യൻസ്. അതിനകത്ത് ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ കൂടെ ആളുകൾ കൂടാൻ തുടങ്ങി. ദൈവിക രോഗസൗഖ്യവും മറ്റും അവർക്കുണ്ടായി. തന്നോടുകൂടെ 1000-ഓളം ആളുകളായി. ലണ്ടനിൽ നിന്നും ചുറ്റുവട്ടത്തിൽ നിന്നും 1000-ഓളം ആളുകൾ തന്നോടുകൂടെയായി.
എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്തിരുന്ന് വിറയ്ക്കും. ഇദ്ദേഹത്തിൻ്റെ പ്രധാന പ്രസംഗ വിഷയം ദൈവവചനത്തിൻ്റെ മുമ്പിൽ വിറയ്ക്കുവീൻ എന്നായിരുന്നു. ഒരിക്കൽ ദൈവവചനത്തിൻ്റെ ഒരു ഭാഗം ഇടപെട്ടാൽ അത് വിറയിലോടെ അംഗീകരിച്ചോണം. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന വിഷയം, പ്രസംഗ വിഷയം. അതുകൊണ്ട് വിറയ്ക്കുന്നവർ എന്നർത്ഥം വരുന്ന ക്വൈക്കേഴ്സ് എന്ന് അദ്ദേഹത്തിൻ്റെ കൂട്ടർക്ക് പേരായി. ക്വൈക്കേഴ്സ് എന്ന സഭാവിഭാഗം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. വിറയ്ക്കുന്നവർ എന്നർത്ഥം വരുന്ന ക്വൈക്കേഴ്സ്, വിറയ്ക്കുന്നവർ എന്നർത്ഥം വരുന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളെ വിളിച്ചു. തുടർന്ന് ക്വൈക്കേഴ്സിനോട് അകന്നുകൊള്ളുവാൻ ഇതര മതങ്ങൾ ആളുകളെ നിർദ്ദേശിച്ചു. അവരുടെ മുടി വെട്ടത്തില്ല. നിങ്ങൾക്കറിയാമോ, കേരളത്തിലെ പെന്തക്കോസ്തിൻ്റെ ആരംഭത്തെങ്കിൽ ഇതേ അനുഭവം തിരിച്ചു വന്നു. ഒരു ബാർബർ ഷോപ്പിൽ അവരുടെ മുടി വെട്ടത്തില്ല. ഒരു അലക്കുകാരൻ അവരുടെ തുണി അലക്കത്തില്ല. അവരിൽ ഒരാൾ രോഗിയായാൽ ഒരു ആശുപത്രി മരുന്ന് കൊടുക്കത്തില്ല, ഒരു ഡോക്ടർ ചികിത്സിക്കത്തില്ലെന്നായി. അന്നാണ് ജോർജ് ഫോക്സ് തൻ്റെ 16-ാമത്തെ വയസ്സിൽ നീണ്ട 14 ദിവസം ഒരുമിച്ച് ആത്മവിവശതയിലായത്. ഈ 14 ദിവസം കൊണ്ട് ഇന്നത്തെ പെന്തക്കോസ്തുകാർ ആചരിക്കുന്ന എല്ലാ തത്വങ്ങളും, ആഭരണങ്ങൾക്കെതിരെ, കൃത്രിമ അലങ്കാരങ്ങൾക്കെതിരെ, ആർഭാടത്തിനെതിരെയുള്ള സകല പ്രമാണങ്ങളുമായി അദ്ദേഹം മടങ്ങി വരുന്നത് ഈ 14 ദിവസത്തിന് ശേഷമാണ്. ഈ 14 ദിവസവും തൻ്റെ ശരീരം തേജസ്സോടെ പ്രകാശിച്ചു കൊണ്ടിരുന്നു. 14 ദിവസം കഴിഞ്ഞ് താൻ എഴുന്നേൽക്കുമ്പോൾ താൻ കൊണ്ടുവന്ന ഒരു ട്രീറ്റ്മെൻറ്റ് സമ്പ്രദായമുണ്ട്. താൻ ഈ കുറേ പെന്തക്കോസ്റ്റൽ പ്രിൻസിപ്പിൾ മാത്രമല്ല കൊണ്ടുവന്നത്, ഒരു ട്രീറ്റ്മെൻറ്റ് സമ്പ്രദായം. ഏതായാലും മറ്റ് ഡോക്ടേഴ്സ് നിങ്ങളെ ചികിത്സിക്കത്തില്ലല്ലോ. ഇന്ന വൃക്ഷത്തിൻ്റെ പൂവിൽ ഇന്ന ഔഷധ ഗുണമുണ്ട്, ഇന്ന വൃക്ഷത്തിൻ്റെ വേരിൽ ഇന്ന ഔഷധ ഗുണമുണ്ട് എന്ന ക്വൈക്കേഴ്സ് ട്രീറ്റ്മെൻറ്റ് സമ്പ്രദായങ്ങൾ ആയിട്ടാണ് അദ്ദേഹം 15-ാമത്തെ ദിവസം എഴുന്നേക്കുന്നത്. അവിടം വരെ തന്നെ ദൈവം വെളിപ്പാടിൽ കാര്യങ്ങൾ കാണിച്ചു. ദൈവത്തിങ്കിൽ നിന്ന് സാക്ഷാൽ പ്രാപിച്ച് ഇന്നത്തെ പെന്തക്കോസ് മണ്ഡലത്തിന് നൽകിയ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് ജോർജ് ഫോക്സ്. ജോർജ് ഫോക്സിന് പ്രശ്നങ്ങൾ കൂടിയതോടുകൂടെ തൻ്റെ 24-ാമത്തെ വയസ്സിൽ അദ്ദേഹം ജർമ്മനിയിലേക്ക് മാറി. ജർമ്മനിയിൽ പരിശുദ്ധാത്മാവിന് വിരോധമായി ഒരു മൂവ്മെൻ്റ് ആരംഭിച്ചു. ആർക്കും അന്യഭാഷ പറയാൻ ഒക്കത്തില്ല. മനുഷ്യന് മനസ്സിലാകാത്തത് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ, അത് പറയണ്ട. അങ്ങനെ ഇങ്ങനെ ഈ ആത്മപ്രവർത്തനത്തിന് വിരോധമായ നിയമങ്ങൾ ജർമ്മനിയിൽ ഉണ്ടായി. അന്ന് കാളൈൻ എന്ന ഒരു കോളനിയിൽ ബിൽഡിംഗ് നമ്പർ LM കാളൈൻ കോളനിയിൽ കാളൈൻ എൽ എന്നിങ്ങനെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ഉണ്ടായിരുന്നു. ഒരു കോളനിക്കകത്തെ ഓരോ ബിൽഡിംഗ്, A ബിൽഡിംഗ്, B ബിൽഡിംഗ്, C ബിൽഡിംഗ് എന്ന് പറയുന്ന പോലെ. എവിടെ മുതൽ തുടങ്ങിയെന്ന് എനിക്കറിയാൻ വയ്യ. ചരിത്രത്തിനകത്ത് എമ്മിനെ കുറിച്ച് എല്ലിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. കാളൈൻ കോളനിയിൽ M ബിൽഡിങ്ങിൽ ജർമ്മനിയുടെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് പാർക്കുന്നുണ്ടായിരുന്നു. L ബ്ലോക്കിൽ കുറെ ക്വൈക്കേഴ്സ് കൂടി. എമ്മിൽ ചീഫ് ജസ്റ്റിസ് താമസിക്കുന്നു, അതിനെതിരായി വരും എല്ലിൽ കുറെ ക്വൈക്കേഴ്സ് താമസിച്ചു. ഇവർക്കെതിരെയുള്ള കേസ് ജർമ്മനിയിൽ നടക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അംഗീകരിക്കാമോ ഇല്ലയോ, അല്ലെങ്കിൽ അഭിഷേകം ഇവർ പറയുന്ന ഈ വികൃതത്തരങ്ങൾ അംഗീകരിക്കാമോ ഇല്ലയോ. ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ കേസുണ്ട്. അപ്പൊ ചീഫ് ജസ്റ്റിസിനെ ദൈവം ഒന്ന് തൊട്ട് സംസാരിക്കേണ്ടതിന് അയാൾ അറിയാതെ അയക്കെതിരെയുള്ള ബിൽഡിങ്ങിൽ ഇവന്മാർ കൂടി പ്രാർത്ഥിച്ചു. ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബിൽഡിങ്ങിന്റെ മേൽ തീ ഇറങ്ങുന്നതായി നാട്ടുകാർ കണ്ടു. ബിൽഡിംഗ് മുഴുവനും കൂടെ കിടന്ന് ആടുന്നതായി കണ്ടു. ബിൽഡിംഗ് ആടുന്നത് കണ്ടപ്പോഴത്തേക്ക് ആളുകൾ, ബിൽഡിങ്ങിലുള്ളവർ, മൾട്ടി സ്റ്റോറി ബിൽഡിംഗാ, ആളുകൾ ഇറങ്ങി ജീവരക്ഷാർത്ഥം ഓടി. അവർ കൂടിയിരുന്ന സ്ഥലം കുരുങ്ങി എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയത് തീർന്നില്ല. ഇവിടെയും നടന്നു. 17-ാം നൂറ്റാണ്ടിൽ ഇന്ന് ഇടയ്ക്കൊക്കെ നടക്കാറുണ്ട്. ബിൽഡിംഗ് കുലുങ്ങുന്നത് കൊണ്ട് ആളുകൾ അലറിക്കൊണ്ട് ബിൽഡിങ്ങിൽ നിന്ന് ചാടുന്നവർ കാണുന്നത് ബിൽഡിങ്ങിൽ തീ കത്തി നിൽക്കുന്നതാ. ഈ ശബ്ദം കേട്ട് അടുത്തുള്ള ബ്ലോക്കുകാരൊക്കെ ഇറങ്ങിയ കൂട്ടത്തിൽ M ബ്ലോക്കിൽ താമസിച്ചിരുന്ന ജർമ്മനിയുടെ ചീഫ് ജസ്റ്റിസ് ഇറങ്ങി നിന്നത് കണ്ടു. അയാൾ ഉറക്കെ ഒരു വിളി വിളിച്ചു, ക്വൈക്കേഴ്സ്, കുലുക്കുന്നവർ എല്ലിലുണ്ട്. അങ്ങനെ ക്വൈക്കേഴ്സ് എന്ന പേര് പ്രസിദ്ധമായി. ക്വൈക്കേഴ്സ്, കുലുക്കുന്നവർ ഇതിനകത്തിരിക്കുന്നു. അന്ന് അദ്ദേഹം, ആ ദിവസങ്ങളിൽ അദ്ദേഹം നിയമം പാസാക്കി. ഇത് സത്യമാകയാൽ അതിനെ നിഷേധിക്കുവാൻ പാടില്ല, ജർമ്മനിയിൽ അനുവദിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാഭിഷേകത്തിന് ഔദ്യോഗിക അനുമതിയായി. എന്തിനൊക്കെയായി? ബൈബിൾ വായിക്കുവാൻ, 2 പ്രസംഗിക്കുവാൻ, പ്രസംഗിക്കാൻ വന്നില്ല, ബൈബിൾ പരസ്യപ്പെടുത്തുവാൻ, വായിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ പ്രാക്ടീസ് ചെയ്യുവാൻ. ഈ 3 കാര്യത്തിന് രാഷ്ട്രീയ നിയമമായി. ഇതിനെ തുടർന്നാണ് ജോർജ് ഫോക്സിനെ തന്നെ പ്രസംഗിക്കുവാനുള്ള അനുമതിക്ക് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 30-ാമത്തെ വയസ്സിൽ താൻ ജർമ്മനിയിൽ നിന്ന് വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് വന്നു. ഇംഗ്ലണ്ട് ഭരിച്ചുകൊണ്ടിരുന്ന രാജാവ് തനിക്കെതിരായിരുന്നു. പ്രത്യേകിച്ചും രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ തനിക്കെതിരായിരുന്നു. എനി സെക്കൻഡ് തന്നെ അറസ്റ്റ് ചെയ്യുമെന്നായി. ആത്മവിശ്വാസത്തിൽ വീണാൽ ദിവസങ്ങളോളം അവൻ വീണ് കിടക്കും, പിന്നെ അവൻ എഴുന്നേക്കത്തുള്ളൂ.
അൺയൂഷ്വൽ എക്സ്പീരിയൻസ് ദൈവത്തിങ്കിൽ നിന്നായി. ഇവന്റെ പഠിപ്പിക്കലുകൾ സാധാരണക്കാരന് ദഹിക്കാത്തതായി, വൻകിട പഠിപ്പിക്കലുകളായി എല്ലാം ബൈബിളിൽ നിന്ന് തെളിയിക്കാൻ തുടങ്ങി. അസാമാന്യമായ ദൈവകൃപ ഒരു വശത്തൂടെ വ്യാപരിച്ചു. അപ്പോഴത്തേക്ക് അമേരിക്ക കണ്ടുപിടിച്ചു, അവിടെ വളർന്നു കഴിഞ്ഞു, അവിടെ ആളുകൾ മുന്നോട്ട് വരാൻ തുടങ്ങി. ഇവിടെയും കൂടെ ഇതായതോടുകൂടെ ഇവനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് ഒതുക്കണം എന്നാകുകയും ഇവനെക്കുറിച്ച് രാജാവിൻ്റെ മുമ്പിൽ തെറ്റായ ഒരു റിപ്പോർട്ട് അവിടുത്തെ ഭരണാധികാരികൾ കൊടുക്കുകയും ചെയ്തു. ഇവൻ രാജാവിന് വിരോധമായി പ്രസംഗിക്കുന്നു, പ്രധാനമന്ത്രിക്ക് വിരോധമായി പ്രസംഗിക്കുന്നു. പ്രധാനമന്ത്രിയെ കൊന്ന ശേഷം രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കുവാൻ ഇവൻ നാളുകളെ ക്യാൻവാസ് ചെയ്യുന്നുവെന്ന് ഇവനെക്കുറിച്ചുള്ള കംപ്ലയിൻറ്റ് രാജാവിന് ലഭിച്ചു. അന്ന് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി താമസിച്ചിരുന്ന വീടിനെ വൈറ്റ് ഹൗസ് എന്ന് വിളിക്കും. ഇന്ന് അമേരിക്കയിൽ വൈറ്റ് ഹൗസ് ഉണ്ട്, പലയിടത്തും ഉണ്ട്. ഒഫീഷ്യൽ വൈറ്റ് ഹൗസ് 2 ഉണ്ട്. അന്ന് ലണ്ടന്റെ പ്രൈം മിനിസ്റ്റർ താമസിച്ചിരുന്ന വീടിനെ വൈറ്റ് ഹൗസ് എന്ന് വിളിക്കും. അത് തന്നെയാണ് അവിടുത്തെ ചീഫ് ജസ്റ്റിസിന്റെ അരമനയും. പ്രധാനമന്ത്രി തന്നെയാണ് ചീഫ് ജസ്റ്റിസും. അവിടുത്തെ സുപ്രീം കോടതിയും കൂടെ അത് തന്നെയാണ്. അതിൻ്റെ ഒരു ഭാഗം സുപ്രീം കോടതിയും വേറൊരു ഭാഗം അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വീടുമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ജോർജ് ഫോക്സിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുവാൻ സർവ്വസൈന്യാധിപന്റെ കയ്യിൽ പ്രധാനമന്ത്രി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. ഇദ്ദേഹത്തെ ഏതോ ഒരു ഗ്രാമത്തിലിട്ട് പിടിച്ചു. കാലുകൾ ഓടിപ്പോകാതെ വണ്ണം എക്സാക്ട്ലി ഒരടി മാത്രം, 12 ഇഞ്ച് മാത്രം അകത്തി ചവിട്ടാവുന്നത് പോലെ ചങ്ങലയിട്ട് പൂട്ടി. കൈകൾ രണ്ടും ആമത്തിലിട്ട് പൂട്ടി, വിലങ്ങുകൾ വെച്ചു. അദ്ദേഹത്തെ വിധിക്കേണ്ടതിന് വേണ്ടി സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്. രാജാവിനും കൂടെ ഈ വിധിയിൽ സംബന്ധിക്കണം, പങ്കെടുക്കണമെന്ന് ഉള്ളതിനാൽ രാജാവ് കിരീടമണിഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ വന്നിരുന്നു. ചീഫ് ജസ്റ്റിസ് മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി തൻ്റെ ഒഫീഷ്യൽ ഹാറ്റ് വെച്ചു. ഇരുവരുമായി ഇരിക്കുന്ന സദസ്സിലേക്കാണ് ജോർജ് ഫോക്സിനെ കൈകൾ രണ്ടും കെട്ടി കാല് ഒരടി മാത്രം മുന്നോട്ട് വെക്കാവുന്ന ഷേപ്പിൽ ഇടത്തും വലത്തും പട്ടാളക്കാർ നിന്നുകൊണ്ട് അവിടുത്തെ സർവ്വസൈന്യാധിപൻ കൊണ്ടുവരുന്നത്. അദ്ദേഹം ആ റൂമിനകത്തേക്ക് കയറുകയും ആദ്യം പറഞ്ഞ വാക്ക്, ഈ വീടിന് സമാധാനം. ഇത് സുപ്രീം കോടതി അതേ സമയത്ത് പ്രധാനമന്ത്രിയുടെ വീടല്ലേ. ഈ വീടിന് സമാധാനം. തൻ്റെ വാക്കുകളുടെ ഒരു പ്രത്യേകത, അഭിഷേകം ശരീരത്തെ തേജസ് മാത്രമായിരുന്നില്ല, വാക്കുകളുടെ ഗാംഭീര്യതയായിരുന്നു. ഇത് കേട്ട പ്രധാനമന്ത്രിയുടെ അകത്തേക്ക് ഏതാണ്ട് ഇഞ്ഞ് കയറി അയാൾ ഹാർട്ടെടുത്ത് താഴെ വെച്ചു. ഹാർട്ടെടുത്ത് താഴെ വെച്ചപ്പോൾ പിന്നെ വിധി പറയാൻ ഒക്കില്ല. ഇറ്റ്സ് ബിക്കം അൺഒഫീഷ്യൽ. ഹാർട്ട് ഒരു താഴെ വെച്ചു. ചക്രവർത്തി എഴുന്നേറ്റു. ഇയാൾ ഹാർട്ട് താഴെ വെച്ചില്ല, ഇനി പിന്നെ ചക്രവർത്തി എഴുന്നേറ്റു. ചക്രവർത്തി എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, താങ്കളാണോ ജോർജ് ഫോക്സ്? അദ്ദേഹം പറഞ്ഞു, അതെ, ഞാനാണ് ജോർജ് ഫോക്സ്. താങ്കളാണോ ദൈവരാജ്യത്തിന് വിരോധമായി രാജാവിന്റെ സാമ്രാജ്യത്തിന് വിരോധമായി പ്രസംഗിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അല്ല, ഞാനൊരു രാഷ്ട്രീയ പ്രസംഗകനല്ല, എൻ്റെ രാജ്യം ഐഹികമല്ല, ഞാൻ രാജാവിന് വിരോധമായി പ്രസംഗിച്ചിട്ടില്ല. നീ എന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ശ്രമിച്ചോ? ഇല്ല. നീ ഇവിടുത്തെ പ്രധാനമന്ത്രിയെ കൊല്ലുവാൻ ശ്രമിച്ചോ? ഇല്ല. നീ ഇവിടെ വന്നപ്പോൾ എന്തുകൊണ്ട് വീടിന് സമാധാനമെന്ന് പറഞ്ഞു? എൻ്റെ യജമാനനും രാജാവുമായ കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നാൽ ആ വീടിന് സമാധാനം പറവീൻ എന്നാണ്. ഇത് പ്രധാനമന്ത്രിയുടെ വീടാകയാൽ ഞാൻ ഈ വീടിന് സമാധാനം പറഞ്ഞു. രാജാവ് തൊപ്പി ഒരു താവട്ട് വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഫോക്സ്, എനിക്ക് നിന്നോട് വ്യക്തിപരമായി സംസാരിക്കാനുണ്ട്. തൻ്റെ ശബ്ദത്തിൻ്റെ അധികാരത്തിൻ്റെ മുമ്പിൽ രണ്ടുപേരും കിടുങ്ങിപ്പോയി. സർവ്വസൈന്യാധിപനോട് പറഞ്ഞു, ഇവനെ വെളിയിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു. കൈ ചങ്ങലയിട്ടിരിക്കുക, വിലങ്ങ്, കാലിൽ ചങ്ങല. രണ്ടുപേർ ഇടത്തും വലത്തും നിന്ന് പിടിക്കണം, അല്ലെങ്കിൽ എടുത്ത് വെക്കുന്ന കൂട്ടത്തിൽ കാലിൽ ഒരു 12 ഇഞ്ച് കൂടി പോയെങ്കിൽ താഴ്പോവും. രണ്ടുപേർ ഇടത്തും വലത്തും നിന്ന് സർവ്വസൈന്യാധിപന്റെ നേതൃത്വത്തിൽ മുറ്റത്തേക്ക് കൊണ്ടുവന്നു. രാജാവ് പുറകെ ഒരു സ്ലിപ്പ് എഴുതി സർവ്വസൈന്യാധിപന്റെ പേർക്ക് കൊടുത്തയച്ചു. ജോർജ് ഫോക്സ് സ്വതന്ത്രനായിരിക്കുന്നു, വിലങ്ങഴിക്കാം. 2, ഇന്നു മുതൽ എൻ്റെ സാമ്രാജ്യത്തെ എവിടെയും എപ്പോൾ വേണമെങ്കിലും ജോർജ് ഫോക്സിനും ക്വൈക്കേഴ്സിനും പ്രസംഗിക്കുവാൻ ഞാൻ അനുമതി കൊടുത്തിരിക്കുന്നു. ഈ കത്ത് സർവ്വസൈന്യാധിപന് ലഭിച്ചു. സർവ്വസൈന്യാധിപൻ ജോർജ് ഫോക്സിന്റെ കാലിൽ നിന്ന് ചങ്ങലയഴിച്ചു, കയ്യിൽ നിന്ന് വിലങ്ങൂരി. എന്നിട്ട് പറഞ്ഞു, ഇന്നു മുതൽ ഈ രാജ്യത്ത് എവിടെയും പ്രസംഗിച്ചു കൊള്ളുവാൻ ചക്രവർത്തി നിന്നെ അനുവദിക്കുന്നു. എന്നാ ഓർഡർ. ജോർജ് ഫോക്സ് പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രിയിൽ ആദ്യത്തെ പൊതു കൺവെൻഷൻ തുടങ്ങുക, അത് കൊട്ടാരത്തിൽ തന്നെയാണ്. എവിടെയും പ്രസംഗിക്കാമല്ലോ, ഇവിടെ തന്നെ. അങ്ങനെ നഷ്ടപ്പെട്ട ആത്മലോകത്തിൽ പ്രസംഗിക്കുവാനുള്ള അനുമതി ഔദ്യോഗികമായി ലഭിച്ചു. പടികൾ കയറുക. നമ്മളിവിടം വരെ എത്തിയത് ചുമ്മാ അതൊന്നുമല്ല. ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേരുണ്ട്. ഇതിൻ്റെ പുറകിൽ ഒരുപാട് പേര് വില മുടക്കി.
അവരുടെ സമർപ്പണമാണ് നമ്മളെ ഇവിടം വരെ എത്തിച്ചത്. നാം നിൽക്കുന്നത് അവരുടെ ഫൗണ്ടേഷനിലാണ്. ഞാനും നിങ്ങളും കെട്ടുന്ന ഫൗണ്ടേഷനിൽ അടുത്തൊരു തലമുറ കളർന്നു നിൽക്കുമോ? ഞാനും നിങ്ങളും കെട്ടുന്ന ഫൗണ്ടേഷനിൽ അടുത്തൊരു തലമുറയ്ക്ക് നിൽക്കാൻ ബലമുണ്ടോ? അതോ ആടിക്കുലുങ്ങുന്ന ഒരു ബലഹീന ഫൗണ്ടേഷനാണോ നാം കെട്ടുന്നത്? ഇതിൻ്റെ മേൽ ആർക്കും കയറാനൊക്കത്തില്ല. ലോകത്തിൻ്റെ കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. പ്രഭാതയാമമായില്ല, പടകക്കരെ അടുത്തില്ല. നമ്മൾ ഇപ്പോഴും കടലിലാ, മറക്കരുത്. നമ്മളിപ്പോഴും കടലിലാ. പ്രഭാതയാമം വരെയും ഉദയനക്ഷത്രങ്ങൾ ഉദിക്കുന്നത് വരെയും ഈ കൂകുന്ന കോഴികൾ ഈ ഭൂമിയെ വാണുകൊണ്ടിരുന്നു. 1:30 നിർത്താൻ ശ്രമിക്കാം. അറ്റ് ദ ഏർലിയസ്റ്റ് 18-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്ക് ലണ്ടന്റെ വൈറ്റ് ഹൗസിൽ സമൃദ്ധിയായ വിശ്വാസികൾ ഉണ്ടായി. മുന്നോട്ട് മാറട്ടെ. ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും ഇതോടുകൂടെ രംഗപ്രവേശനം ചെയ്തു. ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും രണ്ടുപേരും ഒരേ അമ്മയ്ക്ക് പിറന്ന 19 മക്കളിലെ 2 പേര്. ഒറ്റ അപ്പനും ഒറ്റ അമ്മയ്ക്കും 19 മക്കളുണ്ടായിരുന്നു. അതിലെ 6-മനായിരുന്നു ജോൺ വെസ്ലി. ചാൾസ് വെസ്ലി തൻ്റെ അനിയനുമായിരുന്നു. എത്രാമത്തെ അനിയനാന്ന് എനിക്കറിയാൻ വയ്യ. ആരെങ്കിലും അറിയാമോ? ഉറക്കെ പറയാം. എനിക്കറിയാൻ വയ്യ. ഓക്കെ, അനിയനായിരുന്നു. അല്ല, ചേട്ടനായിരുന്നു. അല്ല, അനിയനായിരുന്നു. ജോൺ വെസ്ലി നന്നായി ഉപദേശം പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുമായിരുന്നു. ചാൾസ് വെസ്ലി മോഡേൺ ശൈലിയിൽ പാട്ടുണ്ടാക്കി പാടാൻ തുടങ്ങി. അതുവരെ കുർബാന ട്യൂണിലേ ഉള്ളൂ പാട്ട്. 18-ാം നൂറ്റാണ്ട് വരെ വേറെ ട്യൂണിൽ പാട്ട് എഴുതാനൊക്കെയില്ല. ചാൾസ് വെസ്ലിയാണ് ആദ്യം ആ ട്യൂണിൻ്റെ വെളിയിൽ പാട്ടുണ്ടാക്കാമെന്ന് കണ്ടുപിടിച്ചത്. അദ്ദേഹം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ മോഡേൺ ശൈലിയിൽ പാട്ടുകൾ പാടാൻ തുടങ്ങി. ആ പാട്ടും ജോൺ വെസ്ലിയുടെ പ്രസംഗവും കൊണ്ട് കൂടെ ജനത്തെ ഇളക്കി. ഞാൻ ജോൺ വെസ്ലിയുടെ ചരിത്രത്തിൽ നിന്നൊരു ഭാഗം എപ്പോഴും പറയാറുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി ജോൺ വെസ്ലിയുടെ പ്രസംഗിച്ച സ്ഥലം കണ്ടതാ. ഈ ചർച്ചിലെ സഹോദരന്മാരാരണ്ടാ ഞങ്ങളെ സഹായിച്ചത്. എനിക്ക് എവിടെ പോയാലും ഈ സ്ഥലം കാണാൻ പോകുന്നതിന് അതൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ ഇപ്രാവശ്യം ഓസ്ട്രേലിയയിൽ പോയി സഹോദരന്മാരുടെ വാസം എങ്ങും കാണാൻ പോകണ്ടേ? ഞാൻ പറഞ്ഞ ഇവിടെ എന്നതാ കൂടുതലുള്ളത്? പുല്ലും മരവും ബാംഗ്ലൂരിലുണ്ട്. അവിടെയും റോഡുണ്ട്, ഇവിടെ ഉണ്ട്. ഞാനിതിനകത്ത് എന്നെ കാണാൻ, എനിക്ക് കാണേണ്ട ഒരു ആത്മാവ് എനിക്ക് തോന്നുന്നു. വേറൊന്നും കണ്ടിട്ട് എനിക്ക് കാര്യമില്ല. ഞാൻ ഒരു ഒറ്റ സ്ഥലം പോലും, ഒരു സിംഗിൾ സ്ഥലം കൂടെ കാണാൻ പോയില്ല. പോകുന്ന വഴിക്ക് തന്നെ ലിറ്റിൽ ഇന്ത്യ എന്ന് പറയുന്നൊരു ബോർഡ് കണ്ടു. അത് ഞാൻ രണ്ടിടത്ത് കണ്ടു. സിംഗപ്പൂരിലും കണ്ടു ഒരെണ്ണം. ഓക്കെ, ഫോർഗെറ്റ് അബൌട്ട്. ഞങ്ങളൊരു പ്രാവശ്യം ലണ്ടനിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെയുള്ള സമയത്ത് ആരായിരുന്നു വന്ന് കൊണ്ടുപോയി ഓർക്കുന്നുണ്ട്. ആരോ സഹോദരന്മാർ, ഇവിടുന്ന് പോയ സഹോദരന്മാർ ആരോ ഒരാൾ വന്ന് സ്ഥലം കാണാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് പോയി, ഞാൻ വരുന്നില്ല. അപ്പം അവൾക്ക് കൂട്ടിന് ഞാനിവിടെ പോയി. പോകാനൊരു കാരണമുണ്ട്. അദ്ദേഹം പറഞ്ഞു ജോൺ വെസ്ലി പ്രസംഗിച്ച സ്ഥലം കാണിക്കാമെന്ന് പറഞ്ഞു. അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാനിതുവരെ മൈസൂർ കാണാൻ പോയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് രസം വരുമായിരിക്കും. എന്നാ കാണാനാ? മൈസൂരിന് എന്നെ കാണാൻ ഇങ്ങോട്ട് വരട്ടെ. ഓക്കെ, ജോൺ വെസ്ലി പ്രസംഗിച്ച സ്ഥലം കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ പോയതാ. അവിടെ ചെന്നപ്പോൾ ഒരു ബോർഡ് UK ഗവൺമെൻറ് അവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് മഹാനായ ജോൺ വെസ്ലി പ്രസംഗിച്ചിരുന്നത്. ജോൺ വെസ്ലിയുടെ പ്രസംഗകാലത്ത് ഒരു കുതിരയുടെ പുറത്ത് ആ മനുഷ്യൻ 50 ലക്ഷം മൈലുകൾ യാത്ര ചെയ്തു. 50 ലക്ഷം മൈലുകൾ. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഞങ്ങൾ പോകുന്നതിന് മുമ്പ്, കറക്റ്റ് അല്ലേ? ഫിഗർ കറക്റ്റാണ് അല്ലേ? ആരെങ്കിലും വെബ്സൈറ്റിൽ തപ്പിയെടുക്കുക, അതിനകത്ത് കിടപ്പുണ്ട്. 50 ലക്ഷം. ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ പറയുമായിരുന്നു, ഞങ്ങളുടെ മോട്ടോർ സൈക്കിള് ഷോക്ക് അബ്സോർവർ അത്ര നല്ലതല്ലാത്തതുകൊണ്ട് വയസ്സൊക്കെ ആയി വരികയല്ലേ, അപ്പോൾ ഇതിൽ ഈ ചാടിച്ചാടി ഇങ്ങനെ പോയാൽ നടുവിനൊക്കെ കേട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ പോയത്. അവിടെ ചെന്നപ്പോൾ താണ്ട്ര എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ജോൺ വെസ്ലി പ്രസംഗിച്ചിരുന്നത്. അദ്ദേഹം തൻ്റെ ആയുസ്സിൽ 50 ലക്ഷം മൈലുകൾ ഒരു കുതിരയുടെ പുറത്ത് സഞ്ചരിച്ചു. 49,000 സെർമൺസ് അദ്ദേഹം തൻ്റെ ആയുസ്സിൽ ലണ്ടൻ പട്ടണത്തിൽ പ്രസംഗിച്ചു. 50 ലക്ഷം മൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അവിടെ എഴുതിയിരിക്കുക 500,000 മൈൽസ്, അല്ല 100,000 മൈൽസ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോകുന്ന ദൂരത്തേക്കാൾ കൂടുതലായത് അവിടെ എഴുതി വെച്ചിരിക്കുക. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ പോകുന്ന ദൂരത്തേക്കാൾ കൂടുതലായത്. അപ്പം ഞാൻ ചെന്നമ്മയോട് പറയും ചെയ്ത് ഒമ്പടി ഇത് കുതിരയുടെ ഷോക്ക് അബ്സോർവറിനേക്കാൾ ഞങ്ങളുടെ ഷോക്ക് അബ്സോർവറല്ലേ നല്ലത്. ഇത് വേണേ ചക്ക വേരയിലും കായ്ക്കുന്നേ. ദൈവകൃപയുള്ളതാണ്, ഇതൊന്നും ഒരു വിഷയമേ അല്ല. ഇല്ലാത്തവർക്കായി എക്സ്ട്രാ കംഫർട്ട്സ് എല്ലാം കൂടെ വേണ്ടത്. ഓക്കെ,
ഞാനിതിൻ്റെ ഒരു പിക്ചറൊക്കെ എടുത്ത് അന്ന് എനിക്ക് സാധാരണ ഇത് ക്യാമറ കൊണ്ട് നടക്കാറില്ല. അന്ന് സ്ഥലം കാണാൻ പോകുന്നത് കൊണ്ട് ഒരു ഡിസ്പോസിബിൾ ക്യാമറ $3 3 പൗണ്ടിന് വേണ്ടി ഞാൻ ഒരു ഡിസ്പോസിബിൾ ക്യാമറ വാങ്ങിച്ചിരുന്നു. എന്ന് പറഞ്ഞാൽ കുറച്ച് പിക്ചർ എടുക്കുക, അത് അതിലെ കളയുക, ഫിലിം ഇഞ്ഞെടുത്ത് ക്യാമറ കളയുക, ദാറ്റ്സ് ഇറ്റ്. ഒരു ഡിസ്പോസിബിൾ ക്യാമറ വാങ്ങിച്ചു, അത് വെച്ച് ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു. കാരണം ഇതൊരു ഭയങ്കര ചരിത്രം. ഒരാളിൻ്റെ ജീവിതത്തിൽ 50 ലക്ഷം മൈലുകൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്ത് 49,000 സെർമൺസ് പ്രസംഗിച്ചെന്ന്. ഭയങ്കരം. ഓക്കെ, ഞാനിത് എടുത്തുകൊണ്ട് ചെന്ന് ന്യൂയോർക്കിൽ ഒരു കൺവെൻഷന് പ്രസംഗിച്ചു. നമ്മൾ ഇച്ചിരൂടെയൊക്കെ ഒന്ന് നമ്മുടെ ഈ കംഫർട്ടബിൾ സോൺ വിട്ട് താഴോട്ട് ഇറങ്ങണം എന്നൊക്കെ പ്രസംഗിച്ചു. ആദ്യത്തെ രാത്രി ഞാനിത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പുള്ളി എൻ്റെ അടുക്കെന്ന് വെച്ചാൽ, എന്നാലും എന്നെ ഒരു ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയേ, 50 ലക്ഷം മൈൽ ഒരാൾ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ, ക്യാൻ യു ഇമാജിൻ? ചന്ദ്രനിൽ പോകുന്ന ദൂരത്തേക്കാൾ കൂടുതൽ ഒരു മനുഷ്യൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമെന്ന് പറഞ്ഞാൽ, യു സിംപ്ലി സോളോ ദാറ്റ്. അതങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ, പകുതി എന്നെയും പകുതി ബോർഡുകാരെ എല്ലാം കൂടെ ആരോ ഒരുത്തൻ കള്ളനാണെന്ന് അവർ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ, നീ ചുമ്മാ പറഞ്ഞാന്ന് അതിൻ്റെ ഒരു അർത്ഥം. അപ്പം ഇതൊന്ന് തെളിയിക്കണമല്ലോ എനിക്ക്. അതിന് ഞാൻ അന്ന് തന്നെ എൻ്റെ ഡിസ്പോസിബിൾ ക്യാമറ കൊണ്ട് ഇതിന് കൊടുത്തു, വാഷ് ചെയ്യാൻ കൊടുത്തു. കുന്തനാണ്ടി വായിക്കാനും വയ്യ വന്നപ്പോൾ. ഞാൻ ആകെ വിഷമത്തിലായി. അന്ന് രാത്രിക്ക് മുമ്പേ സംഗതി തെളിയിച്ചില്ലേ ഞാൻ കള്ളനാവും. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി വെബ്സൈറ്റ് ഇതപ്പോൾ ഇന്ന് രാവിലെ ഇതപ്പെട്ട് എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, വെബ്സൈറ്റ് ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്, പ്രാർത്ഥിച്ചുകൊണ്ട് പോയി വെബ്സൈറ്റ്, കർത്താവ് അധികം നേരം കളയാതെ ഇതെങ്ങനെയും വെബ്സൈറ്റിൽ നിന്ന് കാണാൻ കണ്ടുപിടിക്കാൻ കഴിഞ്ഞു. എങ്ങനോ ഞാൻ അങ്ങോട്ട് കയറി ആദ്യം തുറന്നു വന്ന വെബ്സൈറ്റ് ഇതാണ്, ജോൺ വെസ്ലിയുടെ വെബ്സൈറ്റാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്നു, ജോൺ വെസ്ലി തൻ്റെ ആയുസ്സിൽ 50 ലക്ഷം മൈലുകളിലധികം ഒരു കുതിരയുടെ പുറത്ത് യാത്ര ചെയ്തു. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലെത്തുന്ന ദൂരത്തേക്കാൾ വലുതായത്. 2, അദ്ദേഹം 49,000 സെർമൺസ് ലണ്ടനിൽ പ്രസംഗിച്ചു. 3, ആ 49,000 സെർമണിൽ മിക്കതും വയലന്റ് റോമൻ കാത്തലിക് ഡെമോൺസ്ട്രേറ്റേഴ്സ് കല്ലും കൊഴിയും എറിഞ്ഞ് ഭീഷണിപ്പെടുത്തിയ മീറ്റിങ്ങുകളായിരുന്നു. അതുകൊണ്ട് ഒന്നും വിടാതെ അങ്ങനെ നിന്ന് പ്രസംഗിച്ചു. ഇന്നലെ ഇവിടുന്ന് നസീല ബാബിയെ കയറ്റി വിടുന്നത് വരെ എപ്പോൾ പോകുന്നോ, ഏതുവഴി വന്നെന്നോ, എവിടെ താമസിക്കുന്നോ ആരോടും ഞാൻ പറഞ്ഞില്ല, പേടി കൊണ്ടാ. ആ മനുഷ്യന് ഒരു പേടിയുമില്ലെന്ന്. ഈ 49,000 സെർമൺസ് കല്ലും കയറും കോളും എറിയുന്നതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആ മനുഷ്യൻ പ്രസംഗിച്ചു. ആ ബോർഡിൽ ഇല്ലാത്ത ഒരു എക്സ്ട്രാ പദം 1 എതിർത്തു എന്നുള്ളത്. 2, തൻ്റെ ആയുസ്സിൽ 17 ലക്ഷങ്ങളെ യേശുവിന് വേണ്ടി നേടുവാൻ ജോൺ വെസ്ലി ദൈവം ശക്തീകരിച്ചു. തൻ്റെ ആയുസ്സിൽ 17 ലക്ഷം ജനത്തെ കർത്താവിന് വേണ്ടി നേടുവാൻ ദൈവം മനുഷ്യനെ സഹായിച്ചു. ഇനി 50 ലക്ഷം മൈലെന്ന് പറഞ്ഞാൽ ഭൂമി ചന്ദ്രനിൽ പോകുന്നതിനേക്കാൾ ദൂരെ കൂടുതലാണെന്ന് കേട്ടു. അതെന്നാ ഉണ്ടെന്നൊന്ന് കണക്ക് കൂടണം എനിക്ക് തോന്നി. ഞാൻ ഇവിടുന്ന് അതേ വെബ്സൈറ്റിൽ തന്നെ ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള അകലം എത്രയാണെന്ന് ചോദിച്ചു കിട്ടി. മൈല് കിലോമീറ്റർ ആയിട്ടൊക്കെ മാറ്റി കാര്യം കിലോമീറ്ററിലെ വെബ്സൈറ്റ് കിടക്കുന്ന ഞാൻ നോക്കിയപ്പോൾ 1.42 ടൈംസ് ഉണ്ട്. ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ എത്തുന്നതിനേക്കാൾ 42% എക്സ്ട്രാ ദൂരമാണ് ഈ പറയുന്ന ദൂരം. തിരിച്ചു വരാനുള്ളതില്ല. 42% എക്സസ് ആണ് ഈ പറയുന്ന സ്ഥലം. ഏതാണ്ട് 1.5 ഇരട്ടി ദൂരമാണ് ഇദ്ദേഹം യാത്ര ചെയ്തത്. ഞാൻ തൻ്റെ ചരിത്രം ഒന്ന് തൊടാൻ പോകുകയാണ്. ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും ഒരു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിൻ്റെ മുകളിലാണ് ചെറുപ്പകാലങ്ങളിൽ താമസിച്ചിരുന്നത്. ഒരിക്കൽ ആ കെട്ടിടത്തിനൊരു തീപിടുത്തം ഉണ്ടായി. തീപിടുത്തത്തിൽ ആളുകളെല്ലാം ഓടി. 19 മക്കളല്ലേ വീട്ടിൽ. അപ്പനും അമ്മയും പിള്ളേരെ എല്ലാം വലിച്ചുകൊണ്ട് ഓടി. എല്ലാവരും താഴെ വന്ന് കഴിഞ്ഞതോടുകൂടെ ആ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങുന്ന കോവേണി 2 നിലകൾക്കിടയിൽ, എനിക്കൊന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലേക്കുള്ള ആ നിലയിൽ എവിടെയോ ഒരു 2 നിലകൾക്കിടയിൽ കോവേണി തടി കൊണ്ടാ കാലത്തുണ്ടാക്കുന്നത് കരിഞ്ഞ് താഴെ പോയി. ഇവർ താഴെ കൊണ്ടുവന്ന് പിള്ളേരെ എല്ലാം കൂടി എണ്ണി നോക്കിയപ്പോൾ 18 ഉള്ളൂ. ആകെ 19 ഉള്ളത്. ഒന്നിനെ കാണുന്നില്ല. പേരിട്ട് വന്നപ്പോൾ ജോൺ വെസ്ലിയെ കാണുന്നില്ല. അപ്പനും അമ്മയും മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ താഴെ നിന്ന് ഉച്ചത്തിൽ ബഹളം തുടങ്ങി. ജോൺ വെസ്ലിയെ, ജോൺ വെസ്ലിയെ. ഈ പുള്ളിക്കാരനാണ് കിടന്ന് ഉറങ്ങുകയായിരുന്നു. മൂക്കിനകത്ത് പുകയടിച്ച് ഉണർന്നു വരുമ്പോൾ താഴെ നിന്ന് കരയുന്ന മാതാപിതാക്കളുടെ അലമുറയാ കേട്ടത്. ജനം മുഴുവനും ബഹളം വെക്കുന്നു. താനും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓടി താഴെ വന്നപ്പോൾ കോവേണിയില്ല താഴെ ഇറങ്ങാൻ. തീക്കകത്തായിപ്പോയി. ആർക്കോ ഒരുത്തനൊരു ബുദ്ധി തോന്നി. ഒരു മനുഷ്യന്റെ മുകളിൽ 2ാമതൊരുത്തൻ കയറി, അവന്റെ മുകളിൽ 3ാമതൊരുത്തൻ കയറി. ആ 3ാമന്റെ കയ്യിൽ ജോൺ വെസ്ലിയെ കിട്ടി. അങ്ങനെ തീയിൽ നിന്നും വലിച്ചെടുക്കപ്പെട്ടവനെ നാർത്താൽ പറയുന്നത് പോലെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന മോശയുടെ മറ്റൊരു ഭാഗം ജോൺ വെസ്ലി രംഗപ്രവേശനം ചെയ്തു. തിരുസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ജോൺ വെസ്ലി ഒരായുസ് കർത്താവിന് വേണ്ടി പോയി. ഭയങ്കര എതിർപ്പുകൾ നേരിട്ടു. ഒരിക്കൽ ജോൺ വെസ്ലിയും ചാൾസ് വെസ്ലിയും ചേർന്ന് ഒരു മീറ്റിങ്ങിന് പോവാ. ഒരായുസ് കൊണ്ട് 49,000 സെർമൺസ് പ്രസംഗിക്കണമെങ്കിൽ ഒരു ദിവസം എത്ര മീറ്റിംഗ് വെച്ച് വേണമെന്നൊക്കെ കണക്ക് കൂട്ടിക്കണം.
ഒരു മീറ്റിങ്ങിൽ നിന്ന് വേറൊരു മീറ്റിങ്ങിലേക്ക് പ്രസംഗിക്കാൻ വേണ്ടി പുള്ളി പോകുന്ന കൂട്ടത്തിൽ കുതിരപ്പുറത്താണ് പോകുന്നത്. റോഡ് ഒരുപാട് വളഞ്ഞാണ് വരുന്നത്. ഇവിടുന്ന് പോയി തിരിച്ചു വരുന്ന പോലെ യു ടേൺ എടുത്ത് വരേണ്ടതുപോലെ റോഡ് ഒരുപാട് വളഞ്ഞാണ് പോകേണ്ടത്. അത്രയും നേരം കളയാതെ ഒരു പുരേടത്തിൻ്റെ അകത്തൂടെ ക്രോസ് ചാടിയാൽ അദ്ദേഹത്തിന് ഒത്തിരി സമയം ലാഭിക്കാം. അതിനുവേണ്ടി അദ്ദേഹം നടവഴി ഉള്ള ഒരു പുരേടത്തിൻ്റെ ഇടയിലുള്ള നടവഴിയെ കൂടെ തൻ്റെ കുതിരയെ ഓടിച്ചു. പോയ കൂട്ടത്തിൽ കുതിരയുടെ ഒരു കാല് ഒരു പറമ്പിൽ തെറ്റ് ചെയ്തു. അതൊരു കത്തോലിക്കൻ്റെ വീട് പറമ്പായിരുന്നു. അവൻ അദ്ദേഹത്തെ പ്രതിയാക്കി കോടതി കേസ് കൊടുത്തു. തെളിവിന് കുതിരയുടെ കുളമ്പ്. അനധികൃതമായി ട്രസ്പാസ് ചെയ്തതിന് കത്തോലിക്ക ജഡ്ജ് അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ 25,000 പൗണ്ടായിരുന്നു. 25,000 പൗണ്ട് പിഴയടയ്ക്കുന്നെങ്കിൽ ജയിലിൽ കയറാതെ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ ശിഷ്ടായി ജയിലിൽ കിടന്നോളാൻ പറഞ്ഞു. കാര്യം ജഡ്ജിന്റെ നോട്ടത്തിൽ 25,000 രൂപ പിഴയടയ്ക്കാൻ, 25,000 പൗണ്ട് പിഴയടയ്ക്കാൻ അക്കാലത്ത് ഒരുത്തന് ഒക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ശിഷ്ടായുസ്വൻ ജയിലിൽ കിടക്കുകയുള്ളൂ, ഇനി പ്രസംഗിക്കാൻ പോകത്തില്ല. അതിനുകൊണ്ടാണ് ജഡ്ജി അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് കൊടുത്തത്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി ആരും പിരിവെടുക്കണ്ട, ഞാൻ ശിഷ്ടായുസ് ജയിലിൽ കിടന്നോളാം. അങ്ങനെ ജയിലിൽ കിടക്കുവാൻ തീരുമാനിക്കുമ്പോൾ തൻ്റെ സ്നേഹിതർ, തൻ്റെ സിൽബന്ധികൾ ചേർന്ന് 25,000 പൗണ്ട് പിരിച്ചു. 25,000 പൗണ്ട് പിടിച്ച് പിഴയടച്ചു. താൻ പിഴയടയ്ക്കുമ്പോൾ ഒരു വലിയ കവറെടുത്ത് അതിൻ്റെ മുകളിൽ ഒരു എഴുത്തെഴുതി, ഞാൻ വാങ്ങാത്തത് തിരികെ കൊടുക്കുന്നു. ഞാനും കൊടുത്തതാണ്, ഞാനും എഴുതിയതാണ്. അതേ കവറിൻ്റെ മറുവശത്ത് അദ്ദേഹം എഴുതി, നിത്യതയുടെ നാളിൽ പലിശ സഹിതം മടക്കി വാങ്ങുവാൻ ലണ്ടൻ്റെ കോടതിയിൽ ഞാൻ കെട്ടിവെക്കുന്നു. 25,000 പൗണ്ട് ഇരുവശത്തും എഴുത്തുകളുള്ള ഈ കവറിനകത്താക്കി ലണ്ടൻ കോടതിയിൽ കെട്ടിവെച്ചു. ഇന്ന് കവർ ലണ്ടനിലെ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ വാങ്ങാത്തത് തിരികെ കൊടുക്കുന്നു. നിത്യതയുടെ നാളിൽ പലിശ സഹിതം തിരികെ വാങ്ങുവാൻ ഞാൻ ലണ്ടൻ്റെ കോടതിയിൽ കെട്ടിവെക്കുന്നു. വെസ്ലി രംഗത്ത് വന്നതോടെ പാട്ട്, മോഡേൺ രീതിയിലുള്ള പാട്ട്, ഇന്ന് നമ്മൾ പ്രസംഗിക്കുന്ന പ്രസംഗം, മോഡേൺ ശൈലിയിലുള്ള അവതരണങ്ങൾ, സ്കിറ്റുകൾ മുതലായത്, ഇന്നത്തെ പെന്തക്കോസ് മണ്ഡലം കാണുന്ന സകലതും അന്നത്തെ മെതേഡിസ്റ്റ് സഭയ്ക്കകത്താകി സ്നാനം എന്ന ഒറ്റ പോയിന്റ് ഒഴിച്ചാൽ. ഞാൻ ഒരു കൊച്ചാശയം തൊടാൻ പോവുക. ഇവിടെ ഇരിക്കുന്ന ഒറ്റ ആളിനെ തൊടാൻ വേണ്ടിയല്ല, ഒരൊറ്റ ആളിനെ വിടാനുമല്ല. ഒരു സഹോദരി ഒരിക്കൽ എൻ്റെ അടുക്കൽ വളരെ റീസണബിളായ ഒരു സാഹചര്യത്തിലൊരു ചോദ്യം ചോദിച്ചു. ഞാൻ ആ സാഹചര്യം ഒന്ന് തൊടാൻ പോവുക. നമ്മുടെ ഈ ചർച്ചിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളാ, ഇംഗ്ലീഷ് സെക്ഷനിലായിരുന്നെന്ന് മാത്രം, മലയാളത്തിലല്ലായിരുന്നു, ഇംഗ്ലീഷ് സെക്ഷനിലുണ്ടായിരുന്ന കുഞ്ഞുങ്ങളാ. അവർ വിവാഹിതരായി ഇവിടുന്ന് ദുബായിലേക്ക് മാറി. ദുബായിലെത്തിയ ശേഷം ആ പെൺകുട്ടിയോട് ദൈവാത്മാവ് ഇടപെട്ടു, നിന്റെ ആഭരണങ്ങളെല്ലാം ഒഴിവാക്കി കുറെ കൂടെ സിമ്പിളായി ദൈവത്തെ സേവിക്കണം, ഡോണ്ട് ഗോ ഫോർ ഓൾ ഡേയ്സ്. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു ബിസിനസ് ചെയ്യുന്നവരാണ്. ആ സഹോദരനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് പെങ്കൊച്ച. അവൾ രണ്ടുപേരും ക്വാളിഫൈഡാ, പക്ഷെ ആ ചെയ്യുന്ന ബിസിനസ്സിൽ അവളാണ് ബെറ്റർ ക്വാളിഫൈഡ്. അദ്ദേഹത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ അറിയാം, മാർക്കറ്റിംഗ് കുറച്ചുകൂടെ അവിടെ വിഭാഗമാണ്. അങ്ങനെ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് മാർക്കറ്റിങ്ങിന് വേണ്ടി പോകുന്നത്. അവൾ എന്നോടൊരിക്കൽ വന്ന് പറഞ്ഞ, ദുബായിയുടെ സാഹചര്യത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് പോകുമ്പോൾ ഭാര്യ നന്നായി ഡെക്കറേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരാന്നാരും അംഗീകരിക്കത്തില്ല. അങ്ങനെ ഡെക്കറേഷൻ ഇല്ലാതെ ചെന്നതിനാൽ ആ പെൺകുട്ടി ഭാര്യ അല്ലെന്നും മോശമായ ഒരു സ്ത്രീയാണെന്നും ആളുകൾ തെറ്റിദ്ധരിച്ചു. ഇപ്പോൾ എൻ്റെ അടുക്കുമെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ ബിസിനസ് നടക്കുന്നില്ല, ഞാനൊരു മോശമായ സ്ത്രീയായി മാറുന്നു, അതുകൊണ്ട് ഞാൻ ആഭരണം ധരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞു, ആഭരണം ധരിക്കുന്നത് തെറ്റാ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, നിന്നോട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ദെൻ വൈ യു ആസ്ക് ദ ക്വസ്റ്റ്യൻ? അല്ല, എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു തോന്നൽ തരും. ഞാൻ പറഞ്ഞു, ദാറ്റ് ഈസ് ഡിഫറൻറ്റ്. അത് ദൈവാത്മാവ് ഇടപെടുന്നത് നിങ്ങൾ തമ്മിൽ തീർത്തോണം, ഞാൻ അതിനകത്തൊന്നുമില്ല. പ്രത്യേകിച്ചും നിങ്ങളുടെ ബിസിനസ് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും എനിക്കതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കത്തില്ല. അവൾ പറഞ്ഞു, ഞാനൊരു 3 ദിവസം ഉപവസിക്കാൻ പോവുക. ഭർത്താവ് ഉപവസിക്കുക, കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പിശാച് ഒരു ക്ലെയിമും എനിക്കെതിരെ കൊണ്ടുവരാൻ പാടില്ല, കർത്താവിൻ്റെ വേല ചെയ്യണം. അപ്പോൾ അതിനിത് തടസ്സമാണോ ഇല്ലയോ എന്ന് അങ്കിൾ എനിക്ക് പറഞ്ഞു തരണം. ഞാൻ പറഞ്ഞു, കുഞ്ഞാ ഞാൻ പറയത്തില്ല, നീ പ്രാർത്ഥിക്കാൻ, നിനക്ക് ദൈവം വെളിപ്പെടുത്താൻ ഞാൻ പ്രാർത്ഥിക്കാം. 3-ാമത്തെ ദിവസം അവൾ എൻ്റെ അടുക്ക വന്നു, ആഭരണം ഇല്ലാതെ വന്നു, സിമ്പിൾ ഡ്രസ്. എൻ്റെ അടുക്ക വന്നിച്ച് പറഞ്ഞു, അങ്കിളെ ഞാൻ ഈ 3 ദിവസം പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് ഒരു വെബ്സൈറ്റ് കാണിച്ചെന്ന് കയറി നോക്കാൻ പറഞ്ഞു. ഞാൻ ആ വെബ്സൈറ്റിൽ കയറിയപ്പോൾ ജോൺ വെസ്ലിയുടെ ഒരു കമൻട്രി അവിടെ കിടപ്പുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആഭരണം ഇല്ലാതെ സൃഷ്ടിച്ചു, വസ്ത്രമില്ലാതെ സൃഷ്ടിച്ചു, എന്നാൽ തേജസ് കൊണ്ട് മൂടിയിരുന്നു.
ആ തേജസ് വിട്ടുമാറിയപ്പോൾ ദൈവം അവരെ വസ്ത്രം ധരിപ്പിച്ചു, ആഭരണം ധരിച്ചില്ല. ഇന്നും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് ആഭരണവുമില്ല, വസ്ത്രവുമില്ല. അതിൽ വസ്ത്രം ധരിക്കണം എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു, ആഭരണം ധരിക്കണമെന്ന് പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇത് ദൈവസൃഷ്ടിയിൽ പെടുന്നതല്ല, ഇത് വേറെ എവിടുന്നോ വന്നതാണ്. 2, ഭൂമിയിൽ എന്തെങ്കിലും ഒരു ഉണർവ് നടന്നിട്ടുണ്ടെങ്കിൽ അന്നെല്ലാം ആഭരണം ഒഴിവാക്കാൻ പരിശുദ്ധാത്മാവ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോൺ വെസ്ലിയുടെ കാലം വരെ ഈ നടന്നിട്ടുള്ള ഓരോ നവീകരണ കർത്താക്കളെ നമ്മൾ എടുത്തപ്പോഴും, ഓരോരുത്തരുടെ ചരിത്രം എടുക്കുമ്പോഴും ഓരോരുത്തർക്കും കിട്ടുന്ന വെളിപ്പാടിൽ ഇതുണ്ട്. ജോർജ് ഫോക്സിനോട് ദൈവം ഇത് ശക്തമായി പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇതില്ലാതിരിക്കുകയാണ് ആത്മീക ജീവിതത്തിന് പ്രയോജനം. മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകൻ്റെയാണ്. ഇത് വായിച്ചേച്ചി കൊച്ചൻ്റെ എടുക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇത് കണ്ടതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ ഐ ഹാവ് ടേക്കൺ എ ഡിസിഷൻ. ഞാൻ ഇനി ഇത് ധരിക്കുന്നില്ല. പക്ഷേ എൻ്റെ ബിസിനസ് പൊട്ടും പറഞ്ഞു. ഞാൻ ഉത്തരവാദിയല്ല, ദൈവം പറഞ്ഞിട്ടാണ് നീ ചെയ്തതെങ്കിൽ ദൈവം ഉത്തരവാദിയാണ്. അവരവിടുന്ന് ബഹ്റിനിലേക്ക് മാറി താമസിച്ചു. ഇത്രയൊക്കെ പറയുമ്പോഴത്തേക്ക് കുറച്ച് പേർക്കറിയാം. ഇപ്രാവശ്യം ഞാൻ ബഹ്റിനിൽ ചെന്നപ്പോഴേ ആ സഹോദരൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ മാനിച്ചു, ദൈവം ഞങ്ങളെ വളരെ അങ്ങ് മാനിച്ചു. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഞങ്ങളുടെ ബിസിനസ് പിക്ക് ചെയ്തത് ഇറ്റ്സ് അബൌട്ട് 10 times, 10 ഇരട്ടി ബിസിനസ് പിക്ക് ചെയ്തു. ഈ പെങ്കൊച്ച് കിടന്നുറങ്ങുമ്പോൾ, നമ്മുടെ ഒരു കുഞ്ഞാ കിടന്നുറങ്ങുമ്പോൾ ദൈവം അവളെ ഒരു പേര് എഴുതി കാണിച്ചു. ഇതായിരിക്കും നിങ്ങളുടെ കമ്പനിയുടെ പേര്. ഒരു എംബ്ലം വരച്ചു കാണിച്ചു, ഇതായിരിക്കും നിങ്ങളുടെ മോണോഗ്രാം. അങ്ങനെ പലതും. ഒരു ദിവസം ബഹ്റിൻ്റെ രാജ്ഞി ഉറങ്ങിക്കിടക്കുമ്പോൾ രാജകുടുംബത്തിന് ആവശ്യമായ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഉണ്ടാക്കണം. അതിനാരെ ഏൽപ്പിക്കണം? 1-2 പേര് ഉണ്ടാക്കിയത് ശരിയായില്ല, ഇറ്റ്സ് നോട്ട് സാറ്റിസ്ഫാക്ടറി. ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഉണ്ടാക്കണം. അതിനുവേണ്ടി ആരുടെയെങ്കിലും കൈ കൊടുക്കണമല്ലോ എന്നുകൊണ്ട് ഇങ്ങനെ ചിന്തിച്ച് കിടന്നുറങ്ങുമ്പോൾ രാത്രിയിലൊരു സ്വപ്നം കണ്ടു. ഈ പേരാ കണ്ടത്. രാവിലെ രാജ്ഞി എഴുന്നേറ്റ് തൻ്റെ ഓഫീസിലുള്ളവരോട് പറഞ്ഞു, ഇങ്ങനെ പേരിൽ ഒരു പ്രസ്ഥാനം ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അവർ യെല്ലോ പേജസ് എടുത്ത് നോക്കി പറഞ്ഞത് അതേ പേര് താണ്ട് കിടക്കുന്നു. ചില തമാശ. ഡ്രീം മേക്കേഴ്സ് എന്നാണ് അവരുടെ പേര്. ഡ്രീം മേക്കേഴ്സ് പേരതാ. അതിൻ്റെ അടിയിൽ നിങ്ങളുടെ മോണോഗ്രാമിൽ എഴുതേണ്ടത് ഡ്രീം IT, ഡ്രീം IT, ഇൻഡസ്ട്രിയൽ ടെക്നോളജി എന്നുള്ളതിൻ്റെ, ഇൻഫർമേഷൻ ടെക്നോളജി എന്നുള്ളതിൻ്റെ IT. അങ്ങനെ അവർ കൊടുത്തിരുന്നത് ഡ്രീം IT എന്നാണ്. രാജ്ഞി കണ്ടത് ഡ്രീം ഇറ്റ് എന്നാ സ്വപ്നത്തിൽ കണ്ടത്. ഡ്രീം ഇറ്റ്, IT എന്ന് എഴുതാ ഇറ്റ് എന്നാ വായിക്കുന്നത്. ഓക്കെ, ഡ്രീം ഇറ്റ്. അവർ രാവിലെ എഴുന്നേറ്റ് അവരുടെ സ്റ്റാഫിനോട് ചോദിച്ചു, ഈ പേരിൽ ഇവിടെ എങ്ങാണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്? അവർ യെല്ലോ പേജ് എടുത്ത് നോക്കി പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. അവരെ ഞാൻ വിളിച്ചോളാൻ പറഞ്ഞു. ആഭരണമില്ലാത്ത പെണ്ണും ഭർത്താവും കൂടെ ചെന്നു രാജ്ഞിയോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, 1 വർഷത്തെ കോൺട്രാക്ട് ഓൺ ദ സ്പോട്ട് കൊടുത്തു. അടുത്ത 10 വർഷത്തേക്ക് ഓരോ ഓർഡർ ഇനിയില്ലെങ്കിലും ഞങ്ങളുടെ ആവശ്യത്തിനുള്ളതായി കാശി വിത്ത് ഓൾ ദി അഡ്വാൻസ്. അങ്ങളെ അവിടെ കൊണ്ട് തീർന്നില്ല, ഞങ്ങൾക്കൊരു ഓഫീസ് തന്നു. ഇന്ന് അങ്കിൾ വന്നത് ഉദ്ഘാടനം ചെയ്യണം. ഒന്ന് ശ്രദ്ധിച്ചു. എന്നായിരുന്നു ഞാൻ ഇപ്രാവശ്യം ബഹ്റിനിൽ പോയി വന്നത്. ഞാൻ പോയത് ഉദ്ഘാടനം ചെയ്തേച്ചാ വന്നേ. ബഹ്റിൻ്റെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൻ്റെ തൊട്ട ബിൽഡിംഗ്. ഈ ഇരിക്കുന്നതാണ് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസെങ്കിൽ അതേ കോമ്പൗണ്ടിൽ തൊട്ടടുത്തിരിക്കുന്ന കെട്ടിടമാണ് ഡ്രീം ഇറ്റ്. രാജാവിൻ്റെ സെക്യൂരിറ്റി ID ഇല്ലാത്ത കാർ അതിനകത്ത് കയറ്റാൻ പറ്റുകയില്ല. രാജാവിൻ്റെ സെക്യൂരിറ്റി ID ഇല്ലാത്ത കാറ്, ഇലക്ട്രോണിക്കലി കാർ സ്കാൻ ചെയ്യുമ്പോൾ ID ഇല്ലാത്ത കാർ കയറ്റാൻ പറ്റുകയില്ല. അവരുടെ 2 പേരുടെയും കാറിന് രാജാവിൻ്റെ ID കൊടുത്തു. അതിലൊരു കാറ് ഞാനും കയറി. എന്നോട് അദ്ദേഹം പറഞ്ഞ വാചകം, അങ്ങളെ ഇനി ഈ രാജ്യത്ത് താമസിക്കുന്നിടത്തോളം ഓർഡറിന് പഞ്ഞം വരികയില്ല. കാര്യം ഇതൊന്ന് കയറി കാണാൻ മാത്രം പബ്ലിക് കയറി വരും. ഓർഡർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് കയറാൻ പറ്റുമല്ലോ. ഈ കോംപ്ലക്സിനകത്തൊന്ന് കയറാൻ മാത്രം, വേറെ ഒന്നും വേണ്ട. ഇനി ബിസിനസ് അങ്ങ് പൊക്കോട്ടെ. അടുത്ത 10 കൊല്ലത്തേക്കുള്ള ബിസിനസ് ഇവരുടെ കിട്ടി, രാജാവിൻ്റെ കിട്ടി. ഇനി മറ്റ് ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കാനില്ല. കാരണം ഇതിനകത്തൊന്ന് കയറാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട്. ഈ ID ഉള്ള കാറിനകത്ത് മാത്രമേ ഇതിനകത്തോട്ട് വരാൻ പറ്റുള്ളൂ. ഇത് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസാണ്, ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. നമ്മുടെ രാജ്യമല്ല, ഇറ്റ്സ് എ മുസ്ലിം കൺട്രി. അതുകൊണ്ട് ഇതിനകത്തോട്ട് കയറാൻ വേണ്ടി മാത്രം എന്നോട് പറഞ്ഞ ദൈവം വിശ്വസ്തന. അനുസരിക്കുന്നവർക്ക് തമ്പുരാൻ വിശ്വസ്തന. ഞാൻ മടങ്ങി വരട്ടെ. നവീകരണ കർത്താക്കളെ കുറിച്ചൊരു ലോങ് ഡിസ്ക്രിപ്ഷനിലൂടെ നമ്മൾ പോയത്. നമ്മൾ സന്ധ്യായാമം മുതൽ കോഴി കൂകുന്ന യാമം വരെ എടുത്തു. ആ യാമം തീർന്നു, പ്രഭാത നക്ഷത്രങ്ങൾ ഉദിച്ചു തുടങ്ങി. 4-ാം യാമത്തിൽ, പ്രഭാതയാമത്തിൽ ശിഷ്യന്മാരൊരു കാഴ്ച കാണുന്നു. യേശു പടകിനോട് നടന്നടുത്ത് വരുന്നു. ഞാനും നിങ്ങളും അത് കാണാൻ പോവാം. നമ്മുടെ ഐശ്വര്യമായിരിക്കും യേശു നടന്നു വരുന്ന കാഴ്ച കാണുന്നത്. തിരമാല തീർന്നെന്നല്ലതിൻ്റെ അർത്ഥം ഈ തിരമാലയുടെ മണ്ടയ്ക്കൂടാ വരുന്നത്. പ്രതികൂലം തീർന്നെന്നല്ലതിൻ്റെ അർത്ഥം ഈ പ്രതികൂലത്തിൻ്റെ മണ്ടയ്ക്കൂടാ വരുന്നത്. യേശു പറഞ്ഞു,
ഞാൻ വാതിക്കലെത്തിക്കഴിഞ്ഞു. ജീവിതത്തിൽ ചിലർ, ഞാൻ ഇനി ആ യാമത്തിലോട്ട് കയറുന്നില്ല, കാര്യം എൻ്റെ 1:30 ആയിപ്പോയി. അതുകൊണ്ട് ജീവിതത്തിൽ ചിലർ ഇന്ന് സന്ധ്യായാമത്തിലായിരിക്കും. ദൈവിക വിളി ഉണ്ടായ സമയം, പരിശുദ്ധാത്മാവ് കൂടിരുന്ന് സഹായിക്കുന്ന സമയം, അക്കരയ്ക്ക് പോക എന്ന് ശിഷ്യന്മാരെ നിർബന്ധിക്കുന്ന സമയം, പൊയ്ക്കൊള്ളുവാൻ ജനത്തെ യേശു നേരിട്ട് പറഞ്ഞയക്കുന്ന സമയം, വലിയ ആത്മീക പ്രചോദനമുള്ള സമയം, 6 മണി മുതൽ 9 മണി വരെ ആരോഗ്യം പകരുന്ന സമയം, ജോലി കാര്യങ്ങൾ ചെയ്തു തീർക്കാവുന്ന സമയം, എടുക്കാവുന്നതിൻ്റെ ഗൗരവമേറിയ തീരുമാനങ്ങൾ എടുത്തോ, ചെയ്യാവുന്നതിൻ്റെ പരമാവധി പ്രതിഷ്ഠ ചെയ്തോ, തുഴയാവുന്ന പരമാവധി വേഗതയിൽ തുഴഞ്ഞോ, വരുന്നു പുറകെ അർദ്ധരാത്രിയുടെ യാമം. അവരൊരുപാട് തുഴഞ്ഞു മാറി അർദ്ധരാത്രിയുടെ യാമമായി. ഇന്ന് ഇതിനകത്തിരിക്കുന്നതിൽ ചിലർ അർദ്ധരാത്രിയുടെ യാമത്തിലായി എന്ന് വരാം. എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, ഡയറക്ഷൻ ലഭിക്കുന്നില്ല. ഇതെല്ലാവർക്കും ഉള്ളതാ. വെളിയിലുള്ളതായ വെള്ളം അകത്തേക്ക് വീണുകൊണ്ടിരിക്കുക. കോരിക്കള, എടുത്ത് കള. ഞാൻ ദൈവത്തിൻ്റെ തിരുസഭയിലാകയാൽ ഈ വള്ളത്തിൻ്റെ ആ ഷേപ്പിൽ ഞാൻ ഇതിൻ്റെ അകത്തിരിക്കണം. വെള്ളം ഇതിനകത്ത് ഞാൻ അനുവദിക്കയില്ല. കാരണം ഇതിനപ്പുറത്ത് യാമങ്ങൾ വരാനുണ്ട്. കറങ്ങുന്ന യാമം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത യാമം, പ്രകാശം കാണാത്ത യാമം, കാറ്റിട്ട് ഉപദ്രവിക്കുന്ന യാമം, ആകപ്പാടെ വലച്ചു കളയുന്ന യാമം. ഈ അർദ്ധരാത്രിയുടെ യാമത്തിൽ തമ്പുരാൻ മുകളിലിരുന്ന് പ്രാർത്ഥിക്കുന്നതിനാൽ ചെറുപടകുകൾ മുങ്ങുകയില്ല, പടകുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഇംഗ്ലീഷിൽ പണ്ടൊരു പാട്ട് ഞങ്ങളുടെ കൂടെ താമസിച്ചിരുന്ന ഒരു പ്രിൻസ് പാടിയത് എൻ്റെ ഓർമ്മയിലുണ്ട്. Lord, the billows are tossing high and I don't know what to do, my ship is sinking. അടുത്ത പദം, no, it can never sink, for thou art in my ship. കർത്താവേ, എൻ്റെ പടക് താഴുമോ എന്ന് തോന്നുന്നു, തിരമാലകൾ ഉയരുന്നു കർത്താവേ, ലക്ഷ്യമൊക്കെ തെറ്റിത്തുടങ്ങുന്നു. അടുത്ത പദം, ഇല്ല, എൻ്റെ പടക് താഴുകയില്ല, അങ്ങൻ്റെ പടകിലുള്ളതിനാൽ. the billows are tossing high. അനേകരുടെ ജീവിതത്തിന് വിരോധമായി ഇന്ന് പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ഉയരുകയാണോ? താങ്കൾ അർദ്ധരാത്രിയുടെ യാമത്തിലാ. പടക് മുങ്ങത്തില്ല, കാര്യം ഒരുവൻ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. യേശു അപ്പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അർദ്ധരാത്രിയുടെ യാമം കഴിഞ്ഞാൽ ചില വ്യക്തികൾക്ക് ഇത് കോഴി കൂകുന്ന യാമമാകാം. ഇന്ന് പകൽ ഞാൻ ഈ വിളിച്ചു പറയുന്ന വാചകങ്ങൾ ഇന്റർനാഷണലി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരെ, നാളെ ഞങ്ങളെ ശ്രദ്ധിക്കാൻ പോകുന്നവരെ, ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു പക്ഷേ അടുത്തൊരു വെള്ളി നക്ഷത്രമായി ഇരിക്കട്ടെ. പ്രകാശം തുടങ്ങുന്നതായ കോഴി കൂകുന്ന യാമം. ഒഴുകുന്ന യാമത്തിൽ വില കൊടുത്ത വിശുദ്ധന്മാരെ ഈ സമയത്ത് ഓർക്കാം. നിങ്ങൾ ഞാനും ഈ യാമത്തിൽ വില മുടക്കണമെങ്കിൽ വില മുടക്കാൻ തയ്യാറാകാം. ഇതിനൊരു പ്രതിഫലമുണ്ട്. കാര്യം ഒരുവൻ മുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. യേശു പ്രാർത്ഥിക്കുവാൻ മല കയറിപ്പോയിരിക്കുക. താൻ മടങ്ങി വരും. അന്തിമമായി പ്രഭാതയാമത്തിൽ യേശു കരയ്ക്ക് നടന്നു വരുന്ന കാഴ്ച കാണാം. യേശു വന്നു, പടകിൽ കയറി, അവർ ഗന്നസരദേശത്തെത്തി. ലക്ഷ്യം തെറ്റിയില്ല. നമ്മുടെ ലക്ഷ്യം തെറ്റാതെ പിടിച്ചു നിർത്തുവാൻ തമ്പുരാൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക. പത്രോസും യോഹന്നാനും കൂടി ഇടയ്ക്ക് തെറ്റി കാണും. കാര്യം കിഴക്കേതാ വടക്കേതാന്ന് ആർക്കും അറിയത്തില്ല. നല്ല ഉദ്ദേശത്തിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുഴയുന്നത്. അങ്ങും ഇഞ്ഞുമൊക്കെ കൺഫ്യൂഷനൊക്കെ ഉണ്ടായെന്ന് വരാം. എന്നാൽ ഒരുത്തൻ പ്രാർത്ഥിക്കുവാൻ മലമുകളിൽ കയറിയിരിക്കുന്നതിനാൽ ഞാനും നിങ്ങളും പരാജയപ്പെടുകയില്ല, ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കും. ദേശക്കാരെ കർത്താവ് പറഞ്ഞയച്ചു, ശിഷ്യന്മാർക്ക് ലക്ഷ്യം കൊടുത്തയച്ചു. നാം വെറുതെ പറഞ്ഞയക്കപ്പെട്ടവരുടെ കൂട്ടത്തിലോ അതോ ലക്ഷ്യം ഉള്ളവരുടെ കൂട്ടത്തിലോ? എങ്കിൽ കൃപാവരങ്ങളുണ്ട്, ടാലൻസ്, താലന്തുകളുണ്ട്. എങ്കിൽ അധികാരങ്ങളുണ്ട്. മറക്കരുത്, ഉത്തരവാദിത്വങ്ങളുണ്ട്. തൻ്റെ ദാസന്മാർക്ക് ലക്ഷ്യം, അധികാരം, ഉത്തരവാദിത്വങ്ങൾ, താലന്തുകൾ, ഇവയെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ഏൽപ്പിച്ചു. എന്നിട്ട് വാതിൽ കാവൽക്കാരോട് പറഞ്ഞു, ഉറങ്ങരുത്, ഉണർന്നിരിക്കുക. ഏത് യാമത്തിൽ മടങ്ങി വരും അറിയത്തില്ല. ചിലരുടെ അർദ്ധരാത്രിയുടെ യാമത്തിലായിരിക്കും കർത്താവിൻ്റെ വരവ്. ചിലരുടെ സന്ധ്യായാമത്തിലായിരിക്കും കർത്താവിൻ്റെ വരവ്. കാര്യം നമ്മൾ ചിലരിപ്പോൾ സന്ധ്യായാമത്തിലാണ്, വേറെ ചിലർ അർദ്ധരാത്രിയുടെ യാമത്തിലാണ്. ചിലരുടെ കോഴി കൂകുന്ന യാമത്തിലാകാം. അവർ കേട്ട് തുടങ്ങിയതേ ഉള്ളൂ, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ടില്ല. അതിനിടയിലായിരിക്കാം യേശുവിൻ്റെ മടങ്ങി വരവ്. ആഗോള വ്യാപകമായ ദൈവസഭയ്ക്ക് അന്ത്യയാമത്തിലാണ് വരുന്നത്. പ്രഭാതയാമത്തിലെ വരത്തുള്ളൂ. നേരം വെളുക്കുന്നതിന് മുന്നമേ യേശു തൻ്റെ കടലിൻ്റെ മേൽ, പ്രശ്നങ്ങളുടെ മേൽ നടന്നു വരുന്നത് കാണാം. കണ്ണുകളടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ ഒരു പ്രതിഷ്ഠ എടുക്കാം. യേശുവേ, തൃപ്പാദത്തിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. ഞങ്ങൾ ഇന്ന് കൊണ്ടു നടക്കുന്ന ബൈബിൾ, ഞങ്ങൾ ഇന്ന് വിശ്വസിക്കുന്ന വിശ്വാസം, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദൈവകൃപ, ഞങ്ങളിൽ നിന്ന് വ്യാപരിക്കുന്ന ദൈവാത്മാവ്, ഞങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ക്രിയകൾ, ഇതിൻ്റെ പുറകിലത്തെ ചരിത്രങ്ങൾക്കായി അടിയങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ലോകമാകുന്ന കടലിൽ
ഉപ്പുവെള്ളത്തിൻ്റെ ഇടയിലൂടെ വേർപാടിൻ്റെ തോണിയിൽ യാത്ര ചെയ്യുവാൻ കൃപ ലഭിച്ചവർക്കായി സ്തോത്രം. ഞങ്ങളുടെ പടകുകൾ മുങ്ങിപ്പോകാതെ അങ്ങയുടെ വന്യ സാന്നിധ്യം അടിയങ്ങളോട് ഉള്ളതിനായി സ്തോത്രം. ഈ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ തരുന്നു. സന്ധ്യായാമത്തിലായിരിക്കുന്ന ഈ സഭയ്ക്ക്, ഇന്നും മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഈ സഭയ്ക്ക് ഗൗരവമേറിയ തീരുമാനങ്ങളും ആഴമേറിയ പ്രതിഷ്ഠകളും തിരുസന്നിധിയിൽ ഉയർത്തുവാൻ, ലക്ഷ്യബോധത്തിൽ തുടരുവാൻ തമ്പുരാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ ഏൽപ്പിക്കുന്നു, കൂട്ടു സഹോദരന്മാരെ ഏൽപ്പിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ പിരിഞ്ഞു പോകുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ ഓർപ്പിച്ചേക്കാം. പണ്ട് ഡി മോഹൻ പാസ്റ്റർ ഇവിടെ നമ്മുടെ ചർച്ച വന്നപ്പോൾ, എനിക്കൊന്ന് ഇങ്ങനെ അവിടെ ഗഗനഹില്ലായിരിക്കുന്ന സമയത്താണ് പാസ്റ്റർ ഡി മോഹൻ വന്നപ്പോൾ ചർച്ച് ഗ്രോത്തിനെ കുറിച്ച് പറയണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സബ്ജക്റ്റ് ചർച്ച് ഗ്രോത്ത്. ഞാൻ 5 മിനിറ്റാണ് നിർത്തിയേക്കാം. അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് സബ്ജക്റ്റ് ചർച്ച് ഗ്രോത്ത്. അദ്ദേഹം അത് എടുക്കുന്നിടത്തോളം വേറെ ഞങ്ങളാരും എടുത്തത് ശരിയാകില്ല. അതിൽ ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റ് ഉണ്ട്, അത് അദ്ദേഹം എടുക്കുക. അതെടുക്കണേ എന്ന് പറഞ്ഞു. അദ്ദേഹം ചർച്ച് ഗ്രോത്തിന് വേണ്ടി അത് പഠിപ്പിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് വെച്ച് ഒരു കൊച്ചു കഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു സൈക്കിൾ ടയർ ഉണ്ടാക്കുന്ന റബ്ബർ ഫാക്ടറിയിൽ ഒരു സൈക്കിൾ കച്ചവടക്കാരൻ കയറി ചെന്നു. അവിടെ ചെന്നേച്ച് പറഞ്ഞു, എനിക്ക് 1000 സൈക്കിൾ ടയറുകൾ, ക്വാളിറ്റി ടയർ, എളുപ്പം അങ്ങ് പഞ്ചറാകാത്ത, തേഞ്ഞു പോകാത്ത, ഒടിഞ്ഞു പോകാത്ത ക്വാളിറ്റിയുള്ള സൈക്കിൾ ടയർ 1000 എണ്ണം ഉണ്ടാക്കി തരണം. അവർ പറഞ്ഞു, അതിന് 1 ടൺ ലാറ്റക്സ് വേണം, അതിന് ഇത്ര കെമിക്കൽസ് വേണം, ഇത്ര 1000 രൂപ ഫീസും വേണം. ഈ പറഞ്ഞ കെമിക്കൽസും ലാറ്റക്സും എല്ലാം കൂടെ ഈ മനുഷ്യൻ കൊണ്ട് കൊടുത്തു. 2 ആഴ്ച കഴിയുമ്പോൾ വന്ന് 1000 ടയർ എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ഈ മനുഷ്യൻ ഒരു ലോറിയും ഒക്കെ ആയിട്ട് ടയർ എടുക്കാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പം മറ്റേ പുള്ളി തലയുടെ പുറകുവശം ചൊറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ടയർ റെഡിയാ, പക്ഷെ ഒരു ചെറിയ പെശകുണ്ട്. അതിന് അല്ല, ടയർ റെഡിയാ, എടുത്തുകൊണ്ട് പൊയ്ക്കൂ, പക്ഷെ ഒരു ചെറിയ പെശകുണ്ട്. അതിന് അല്ല, എൻ്റെ ഷേപ്പ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഷേപ്പല്ല, വേറൊരു ഷേപ്പാണ്. ടയറിനിടെ എല്ലാം കൂടെ ഒറ്റ ഷേപ്പേ ഉള്ളൂ, ഇതിൻ്റെ ഷേപ്പ് എന്നാ കാണാനായിട്ട് ഇയാൾ പുതിയ ടയറിൻ്റെ ഷേപ്പ് എന്നാന്ന് കാണാൻ ചെന്നപ്പോഴേ കുഞ്ഞുങ്ങൾ പെൻസിൽ കൊണ്ട് എഴുതി വെച്ച് തുടയ്ക്കുന്ന റബ്ബറാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ റബ്ബറും വെളുത്തിരിക്കും, ഇത് കറുത്തായിരിക്കുന്നത്. ടയറിൻ്റെ നിറമാണ്, പക്ഷെ സംഗതി ടയറല്ല, ഉണ്ടാക്കിയിരിക്കുന്നത് റേസേഴ്സ്. എന്നിട്ട് മോഹൻ ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ കമ്പനിക്കാരന് അബദ്ധം പറ്റിയത് എവിടെയാണെന്ന്? അപ്പം നമ്മുടെ ജലഹാലി ചർച്ചിലുണ്ടായിരുന്ന ഒരു സഹോദരൻ, റബ്ബർ കമ്പനി ജോലി ചെയ്യുന്ന ആളുണ്ട്. അന്ന് കൃത്യം പോലെ അങ്ങേര് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി ആടി എഴുന്നേറ്റ് പറഞ്ഞു, നേരത്തെ ആ കമ്പനിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് റേസറാണ്, ആ മോൾഡ് എടുത്ത് മാറ്റാൻ മറന്നുപോയതാണ്. കറക്റ്റാണ്. നേരത്തെ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പിള്ളേർ എഴുതി വെച്ച് തുടയ്ക്കുന്ന റേസറാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ മോൾഡ് എടുത്ത് മാറ്റാൻ അങ്ങ് മറന്നുപോയി. നല്ല 1-ാം തരം ടയറിൻ്റെ കോമ്പൗണ്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. പക്ഷെ പുറത്തു വന്നത് ആ ഷേപ്പിലല്ല, മോൾഡിൻ്റെ ഷേപ്പിലാണ്. അടുത്ത പദം പാസ്റ്റർ ഡി മോഹൻ പറഞ്ഞത് നിങ്ങൾക്കൊരു കാര്യം ഇപ്പം മനസ്സിലായോ? മോൾഡ് മാറുന്നില്ലെങ്കിൽ പഴയ പ്രൊഡക്റ്റേ പുറത്തു വരും. റൈറ്റ്? മോൾഡ് മാറുന്നില്ലെങ്കിൽ പഴയ പ്രൊഡക്റ്റേ പുറത്തു വരും. ഒരു ഭരണശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു പദമുണ്ട്. പോട്ടെ, സ്റ്റേജല്ല, ഞാൻ പറയുന്നില്ല. അതിനകത്ത് ഇച്ചിരി വേണ്ടാത്ത പദമുണ്ട്, അതുകൊണ്ടാണ്. പഴയ മോൾഡിൽ നിന്നും പുതിയ സാധനം പ്രതീക്ഷിക്കുന്നവനെ പോലെ പോഷൻ വേറെ ഇല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞു നിർത്താം, പറയാവുന്ന ഭാഷയിൽ. പുള്ളി അതിനേക്കാളൊക്കെ താഴെയാണ് പറഞ്ഞത്. പഴയ മോൾഡിൽ നിന്നും പുതിയ പ്രോഡക്റ്റ് പുറത്തു വരത്തില്ല, പഴയതേ വരൂ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ബഥേൽ ചർച്ചിൻ്റെ മോൾഡ് ഏതാണെന്ന് ഞാൻ പറയാം. എവരീസ് ഒന്ന് എഴുന്നേക്കാൻ പറഞ്ഞു. ഞാൻ എഴുന്നേറ്റു, കമ്മിറ്റിക്കാർ എഴുന്നേക്കാൻ പറഞ്ഞു, അവർ എഴുന്നേറ്റ്. യവന്മാരാ മോൾഡ്. യവന്മാർ മാറാതെ നിങ്ങളുടെ സഭ വളരെയല്ല. ഡിമോഹന്റെ വാചകം എൻ്റെ കാര്യമാണ്, നിങ്ങളുടെ ആരുടെ അല്ല. യവന്മാർ മാറാതെ, യവന്മാരെ മാറ്റാനല്ല, യവന്മാർ മാറാതെ. ആളിനെ റീപ്ലേസ് ചെയ്യാനല്ല, ആൾ സ്വയം വ്യത്യാസമാകാതെ. നമ്മുടെ കൺസെപ്റ്റുകൾ, കാഴ്ചപ്പാടുകൾ മാറാതെ പ്രൊഡക്റ്റ് മാറത്തില്ല. ആർക്കെങ്കിലും ദൈവസ്ഥാനത്തിൽ വളരണോ? ലെറ്റ് us ചേഞ്ച്. ഞാൻ ഇന്ന് ഒരു ദിവസം ഡെലിവറൻസ് സെക്ഷൻ എടുത്തില്ല, എനിക്കറിയാം, ദ ഹോൾ ടൈം. അറിയാം, ഈ സബ്ജക്റ്റ് ഭയങ്കരമാണ്. എന്നിട്ട് തന്നെ ഞാൻ പലതും തൊട്ടില്ല. ഇത്രയും ഞാൻ എടുത്തു. കർത്താവ് കൃപ തന്നതിനായി സ്തോത്രം. ചായയുണ്ട്. ചായക്ക് ഇന്നലെ ഒരു വലിയ പരാജയം